Krishna Hare 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 Rama Hare Rama 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 Hare Hare. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Narayanam Namaskritya Naram Chaiva Narottamam Devim Saraswatim Vyasam Tato Jayamudiraye. He Krishna Karuna Sindhu Dina Bandhu Jagatpate Gopesha Gopika Kanta Radha Kanta Namostute Tapta Kanchana Gaurangi Radhe Vrindavaneshwari Vrishabhanusute Devi Pranamami Haripriye. Namo Brahmanya Devaya Go Brahmana Hitaya Cha Jagat Hitaya Krishnaya Govindaya Namo Namaha Krishnaya Vasudevaya Devaki Nandanaya Cha Nanda Gopakumaraya Govindaya Namo Namaha. Jaya Sri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shri Vasadi Gaura Bhakta Vrinda. Hare Krishna 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 Hare 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 Rama 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 Hare Hare. Hari Om Tat Sat. Hare Krishna. 90% പരിചയമുള്ള മുഖങ്ങളാണ്. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് തവണ കാണുമ്പോൾ ബോറടിക്കും. ചില ഭർത്താക്കന്മാർക്ക് ഭാര്യയെ കാണുമ്പോൾ ബോറടിക്കുന്ന പോലെ. 15 കൊല്ലമായിട്ട് 20 കൊല്ലമായിട്ട് അതേ മുഖം കാണുന്ന ഒരു മാറ്റവും ഇല്ല. ഭാര്യമാർക്കും ചിലപ്പം ബോറടിക്കും. പക്ഷെ ആരും വെളിയിൽ സമ്മതിക്കില്ല. അതുകൊണ്ട് ചിലപ്പം എന്നെ വീണ്ടും വീണ്ടും കാണുമ്പോൾ ചിലപ്പോൾ ബോറടിക്കും. എന്നാലും ഭഗവത്ഗീത, ഭാഗവതം, മഹാഭാരതം, രാമായണം എന്നുള്ള പുണ്യഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി കുറച്ച് നല്ല സന്ദേശങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാം. അത് ജീവിതത്തിൽ നമുക്ക് പകർത്തിയെടുക്കാൻ സാധിക്കുമെങ്കിൽ കുറച്ച് എവിടേക്കോ വിട്ടുപോയ കുറച്ച് സന്തോഷം നമുക്ക് നേടാൻ സാധിക്കും.
സാധാരണ ജീവിതത്തില് ചെറുതായിട്ടൊരു പടി നമുക്ക് മുന്നോട്ട് എടുക്കുന്ന തീരുമാനങ്ങളിൽ, ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ചെറുതായിട്ടൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്താൻ സാധിക്കുമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച സന്തോഷത്തിൻ്റെ ദീർഘത്തിനെ ഒന്ന് കൂട്ടാൻ സാധിക്കും. ഒരു ലൈഫ് പ്ലസ് പ്രോഗ്രാം, ചെറിയൊരു മാറ്റം. നമ്മൾ എത്ര പേർക്കാണ് പലപ്പോഴായിട്ട് നമ്മുടെ സ്വഭാവം തന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരവസ്ഥ? അങ്ങനെ ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? ശരി, കുറച്ച് പേർക്കേ ഉള്ളൂ. ബാക്കി എല്ലാവരും തികഞ്ഞ വ്യക്തികളാണ്. അപ്പൊ ഒരു 25% ആൾക്കാർ സമ്മതിച്ചു നമ്മുടെ സ്വഭാവം നമുക്ക് തന്നെ ഇഷ്ടപ്പെടാത്തൊരവസ്ഥ. കണ്ണാടിയിൽ മുഖം നോക്കിയിട്ട് ചിന്തിക്കും, കുറച്ചും കൂടെ മെച്ചപ്പെടാൻ കൊള്ളായിരുന്നു, ബെറ്ററായ കൊള്ളായിരുന്നു. ഞാൻ കുറെ കാലം ചിന്തിച്ചു ഈ കളറൊന്ന് കൂടിയാ കൊള്ളാം. അപ്പോ നമുക്ക് നമ്മളുടെ രൂപം ഒന്നും കൂടെ നന്നായാ കൊള്ളാമെന്നുണ്ട്. ആ ആഗ്രഹം കാരണമാണ് ഇന്ന് ഭൂമിയിൽ ഒരുപാട് കോസ്മെറ്റിക് കമ്പനി ജീവിച്ചു പോണം. സത്യത്തിൽ ഒന്നും കൂടില്ല, അവർ പറ്റിക്കലാണ്. ഇവിടെ എനിക്കറിയാവുന്ന അതിൻ്റെ ഒരു പ്രൊമോട്ടർ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കാം. പിന്നെ മാനസികമായിട്ട് നമ്മൾ ഒരു പടി ഉയരണം, സ്വഭാവത്തിൽ ഉയരണം എന്ന് പലർക്കും താല്പര്യമുണ്ട്. ആ ചിന്ത കാരണം ഞങ്ങൾ ജീവിച്ചു പോകുന്നു, മനസ്സിലായി? പക്ഷേ ലൈഫ് പ്ലസ് എവിടെയോ ചെറിയ മാറ്റം, ആ മാറ്റം വരുത്താൻ ഉള്ളില് നല്ല ഒരു കരുത്ത് വേണം. എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് കുറേ കാലം എന്നെ പേഴ്സണലി പരിചയമുള്ള, ഏകദേശം 15 കൊല്ലമായിട്ട് പരിചയമുണ്ട്. എല്ലാ സത്സംഗത്തിനും വരും, അദ്ദേഹം കേൾക്കാറുണ്ട്. പക്ഷേ ഇത്രയും വർഷമായിട്ടും അദ്ദേഹത്തിന് ചെറിയ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷെ അദ്ദേഹത്തിന് സസ്യബുക്കാവാൻ സാധിച്ചില്ല, വെജിറ്റേറിയൻ ആവാൻ സാധിച്ചില്ല. പിന്നെ പാർട്ടി കമ്പനിയുടെ അവിടെ ഇവിടെയും കൂടുമ്പോൾ കുറച്ച് അത് മനസ്സിലായില്ല എല്ലാവർക്കും. അതിന് മലയാളം അത് ഒരു ഭാഷയും വേണ്ട. ഈ ലോകത്തിൽ തന്നെ എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത ഒരേ ഒരു സാധനമാണത്. ഏതാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം, വിഷത്തിന് പോലും എക്സ്പയറി ഉണ്ട്. വിഷം പോലും 3 കൊല്ലം കഴിച്ച് കുടിച്ച ആൾ ചാവില്ല, ആശുപത്രി പോവുകയുള്ളൂ. പക്ഷേ എക്സ്പയറി ഡേറ്റേ ഇല്ലാത്ത ഒരു സാധനമാണ്. പിന്നെ ഇത് പഴയതാവും തോറും എന്താണ്, പുരാണങ്ങളെ അങ്ങനെ പറയാം, വേദത്തിനെയാ പറയാ, പഴയതാണെങ്കിലും ഇന്നും ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു വാക്ക്, ആദി അന്തവന്തഃ കൗന്തേയ, തുടക്കവുമില്ല അവസാനവും ഇല്ല. ശാസ്ത്രങ്ങൾ ഇത്രയും ഉദ്ഘോഷിക്കുന്ന, പുകഴ്ത്തി പറയുന്ന ഒരേ ഒരു സാധനം വേദങ്ങളാണ്. ആ വേദത്തിന് തുല്യമായ സാധനമായത്. കാരണം പഴകും തോറും വില കൂടിക്കൊണ്ടേയിരിക്കും, ചീത്തയാവും തോറും അതിന് വില കൂടും. അതിന് മാത്രം എക്സ്പയറി ഡേറ്റേ ഇല്ല. അത് 15 വർഷമായിട്ട് ആൾക്ക് വിടാൻ പറ്റിയില്ല. ഞാൻ ചോദിച്ചപ്പോൾ പ്രഭുവിന് അങ്ങനെയൊക്കെ പറയാം, പക്ഷെ ഞങ്ങളൊരു ബിസിനസ്സായിട്ട് കമ്പനി പാർട്ടി ആയിട്ടൊക്കെ പോകുമ്പോൾ റൈറ്റ്, അപ്പോൾ അവരുടെ ഉള്ളിലുള്ള കോൺസെപ്റ്റ് അത് വിട്ടാ ഇത് പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ അതല്ല, എവിടെയോ ഞാൻ എൻ്റെ അടുത്ത് തോറ്റു പോകുന്നുണ്ട്, ഞാൻ എൻ്റെ അടുത്ത് തന്നെ പരാജയപ്പെടുകയാണ്. ചില സാഹചര്യങ്ങളിൽ എൻ്റെ ഇന്ദ്രിയങ്ങൾ എന്നെ തോൽപ്പിച്ച് എന്നെ നോക്കി പരിഹസിക്കും. അതെനിക്ക് വെളിയിൽ കാണിക്കാൻ പറ്റില്ല. അതിന് ഞാൻ പല ന്യായീകരണം തരും. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ അടുത്ത് തോറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് തന്നെ തോൽക്കുമ്പോൾ ഈ ഭൗതിക ലോകത്തിനെ നമ്മളെ തട്ടിക്കളിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇങ്ങോട്ട് തട്ടും, അങ്ങോട്ട് തട്ടും, അങ്ങനെ തട്ടും, ഇങ്ങനെ തട്ടും. ഒരു മരുഭൂമിയിൽ ഒരു നീണ്ട യാത്ര പോലെ വിശന്ന് ക്ഷീണിച്ച് ദാഹിച്ച് അവശനായിരിക്കുന്ന സമയത്ത്
പെട്ടെന്ന് അവിടെ ഒരു ചെറിയ മുറിയും AC ഒക്കെ ആണെങ്കിൽ നമുക്ക് അകത്ത് കയറിയോണ്ട് ഒരു സമാധാനം ഉണ്ടല്ലോ. ഇത്രയും സമാധാനമേ ഈ ലോകത്ത് നമുക്ക് കിട്ടുന്നുള്ളൂ, ശാശ്വതമല്ല. പക്ഷെ മുറിയിൽ ഇറങ്ങിയ വീണ്ടും ആ യാത്ര തുടങ്ങും. പിന്നെ ഇടയ്ക്ക് പിന്നെ അയ്യോ അയ്യോ, ഇങ്ങനെ ചിരിച്ചും ദുഃഖിച്ചും ചിരിച്ചും ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ചിലപ്പം തോന്നും എൻ്റെ സിറ്റുവേഷനാണ് ബെസ്റ്റ്, നല്ല സുഖം, എല്ലാം പെർഫെക്റ്റ്. ചിലപ്പോൾ അയ്യോ ഇതുപോലെ കഷ്ടം വരരുതേ എന്ന് തോന്നും. അങ്ങനെ സുഖം ദുഃഖം, സുഖം ദുഃഖം, അല്ലാതെ കറക്ഷൻ വരുന്നേയില്ല. ഒരു ശാശ്വതമായി നമ്മളെല്ലാവരും ഇങ്ങനെയാണ്. ലേഡീസ് ഭയങ്കര ഇമോഷണലാണ്. അവർക്ക് ആ ഇമോഷണൽ ഇംബാലൻസിനെ തൃപ്തിപ്പെടുത്താൻ ആരും കാണാനേ കൊള്ളില്ല. വാരി പൂശി അപ്പി വൃത്തികേടായി ഈ മേക്കപ്പ് എന്ന് പറഞ്ഞ സത്യത്തിൽ കൊള്ളില്ല കേട്ടോ. ചിലപ്പോൾ ഈ കല്യാണത്തിനൊക്കെ ഇട്ട് ഭദ്രകാളി പോലെ സത്യത്തിൽ ആ മുഖത്ത് ചേരേയില്ല. ആ ലിപ്സ്റ്റിക്കിന്റെ കളർ മേക്കപ്പ് ഒന്നും ചേരില്ല. സത്യത്തിൽ ബോറാണ്. പക്ഷെ എല്ലാവരും പറയും കൊള്ളാൻ നന്നായിട്ടുണ്ടല്ലേ. എന്തൊരു സന്തോഷം. ഇമോഷണലി അവരെ വന്നിട്ട് ആരെങ്കിലും സുഖിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ യാചകരെ പോലെ കാത്തിരിക്കാണ്. ആണുങ്ങൾ മോശമൊന്നുമല്ല, പക്ഷെ വെളി കാണിക്കില്ലെന്നേ ഉള്ളൂ. അവർക്കും ആരെങ്കിലും അവരുടെ ഈഗോയിനെ തൃപ്തിപ്പെടുത്തണം. അവർ പറയുന്ന മണ്ടത്തര ജോക്സിനെയൊക്കെ കേട്ട് ചിരിക്കാൻ ഒരാൾ വേണം. അവരെ വന്ന് എല്ലാം വാക്കുകൾ കൊണ്ടും മനസ്സിനകത്തുള്ള ചലനം കൊണ്ടും സുഖിപ്പിക്കാൻ ഇതെല്ലാവർക്കും വേണം. ഇത് അന്വേഷിച്ച് എവിടെയോ ഉള്ളിൽ ഒരു വാക്യൂം നിറയ്ക്കാനുള്ള ഒരു നെട്ടോട്ടമാണ്. ഗീത പറയുന്നു, ശരിയായ ഡെസിഷൻ എടുത്താൽ ഇങ്ങനെ ദുഃഖിക്കേണ്ടി വരേയില്ല. പക്ഷെ ആ സമയത്ത് ആ കറക്റ്റായ തീരുമാനമെടുക്കാൻ ഒരു കരുത്ത് വേണം. ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കരമായ സ്ട്രെങ്ത് വേണം. ഇങ്ങനെ ഞാൻ പോകുള്ളൂ, എന്ത് നഷ്ടം വന്നാലും ശരി ഇതേ ഞാൻ തിരഞ്ഞെടുക്കുള്ളൂ എന്ന്. എന്തൊക്കെയാണെങ്കിലും ശരി ഇനി ഞാൻ മാംസഭക്ഷണം കഴിക്കില്ല. കാരണം അതെൻ്റെ ജീവിതത്തിന് നല്ലതല്ല, എൻ്റെ ആത്മീയതയ്ക്ക് നല്ലതല്ല. ഇത്രയും ജീവനെ വേദനിപ്പിച്ച് അതിൽ എനിക്ക് കിട്ടുന്ന സുഖം വേണ്ട, അത് തിരിച്ചെൻ്റെ കുടുംബത്തിൽ വരും, അതുകൊണ്ട് വേണ്ട എന്ന് പറയാനുള്ള ഒരു കരുത്ത് പലപ്പോഴും നമ്മൾക്ക് കിട്ടാറില്ല. തോറ്റുപോകും. വേണം, ശരി നാളെ തൊട്ട് നിർത്താം, ഇന്ന് അവസാനം ആയിക്കോട്ടെ, തോറ്റുപോയി. ആ റൈറ്റ് ശരിയായ തീരുമാനമെടുക്കാനുള്ള ഉൾക്കരുത്ത് വേണം. മഹാഭാരതത്തില് ധൃതരാഷ്ട്രയെ ഉദാഹരണമായി പറയും. ആദ്യം തൊട്ട് തന്നെ ധൃതരാഷ്ട്ര എല്ലാ തെറ്റും ചെയ്തു, അറിയാതെ ചെയ്തതല്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അറിയാതെ തെറ്റ് ചെയ്തു പോയി. അങ്ങനെ ഒന്നുമേ ഇല്ല. 90% മിസ്റ്റേക്സും നമ്മൾ അറിഞ്ഞ് ചെയ്യുന്നതാണ്. നമ്മൾ ഒരാളെടുത്ത് വഴക്ക് കൂടുന്നു, റൈറ്റ്? അയാളെ കടുത്ത വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നു. എത്ര പേരാണ് അറിയാതെ പറഞ്ഞു പോകുന്നത്? എത്ര പേര് അറിഞ്ഞ് മനഃപൂർവ്വം വേദനിക്കട്ടെ എന്ന പൂർണ്ണ ബോധത്തോട് പറയും? നമ്മളിവിടെ എത്ര പേര് വഴക്ക് കൂടിയിട്ടുണ്ട്? കുറച്ച് പേരേ ഉള്ളൂ. ശരി, ബാക്കിയെല്ലാം വേറെ വൈകുണ്ഠത്തിൽ നിന്നൊക്കെ പറഞ്ഞു മാർപ്പാപ്പയുടെ ദൂതന്മാരായി ശാന്തിയും സമാധാനം. നമ്മുടെ യഥാർത്ഥ സ്വരൂപം അറിയണമെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് വരണം, റൈറ്റ്? വെളിയിലൊക്കെ ഞാനും ഭയങ്കര ആക്ടിങ് ആണ്, റിയൽ നിറം വേറെയാണ്, റൈറ്റ്? അപ്പോ നമ്മൾ വഴക്ക് പറയുമ്പോൾ ദേഷ്യപ്പെടും. അതും ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരെടുത്താൽ നമ്മൾ വഴക്ക് കൂടുമ്പോൾ മനഃപൂർവ്വം അവനൊന്ന് നൊന്തു പോട്ടെ, വേദനിക്കട്ടെ എന്ന് പറഞ്ഞ് പറയാൻ അരുതില്ലാത്ത കാര്യങ്ങൾ, പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ മനഃപൂർവ്വം അയാൾക്ക് വേദനിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? കൈ വരില്ല, എനിക്ക് മനസ്സിലായി. കുറച്ച് 10 പേരൊക്കെ. ശരി, ഇപ്പൊ ബാക്കിയുള്ളവരൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ലെന്നുള്ളവർ കൈ ഉയർത്തുക. അപ്പൊ ഇത് ഞാൻ എങ്ങനെ മനസ്സിലാക്കുക? പറഞ്ഞവര് 10 പേര്, പറയാത്തവര് അതിനും കൈ തൂക്കിയില്ല. അല്ല, എല്ലാവർക്കും മലയാളം മനസ്സിലാവും. ഞാൻ ഇനി ഫ്രഞ്ചിൽ വല്ലതും ക്ലാസ് എടുക്കണോ? 90% ഓഫ് ദ ടൈം അറിഞ്ഞ് മനഃപൂർവ്വം, അത് ഏറ്റവും അടുപ്പുള്ള ആളില്ലേ അയാളെ വേദനിപ്പിക്കാനാണ് നമുക്ക് വലിയ ഇഷ്ടം.
വേറെ ആരെങ്കിലും ദൂരെ ഉള്ളവർ നമ്മളെ കുറിച്ച് പറഞ്ഞ അത്ര ഫീൽ ആയില്ല. തൊട്ടടുത്തുള്ള ആൾ മനഃപൂർവ്വം വേദനിക്കാൻ. അപ്പൊ ഭാഗവതവും മഹാഭാരതവും പറയുന്നുണ്ട്, ഓരോ ദിവസവും ജീവിതത്തിൽ ഈ ചോയ്സ് വന്നുകൊണ്ടേയിരിക്കും. ഇത് വേണോ, അത് വേണോ, ഇത് വേണം. എല്ലാ അവസരത്തും അറിയാതെ പറ്റിയതല്ല, നമ്മളെ ആരും ഉന്തിത്തള്ളിയിട്ടതല്ല, വേറെ ആരെങ്കിലും നമ്മളെ കൊണ്ട് പ്രേരിപ്പിച്ചതല്ല. സ്വമേധയായി ബുദ്ധിപൂർവം ഓരോ സമയത്തും ഈ ഒരു ചോയ്സ് നമ്മുടെ മുമ്പേ ഉണ്ടാവും. ഇത് തിരഞ്ഞെടുക്കണോ, അത് തിരഞ്ഞെടുക്കണം. ഇത് പലപ്പോഴും ഇമോഷന്റെ നിർബന്ധം കൊണ്ട് വേണ്ടാത്ത നെഗറ്റീവാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ദേഷ്യം വരുമ്പോ ഉണ്ടാകുന്ന വാക്ക്. നമ്മളെ കൂട്ടത്തിൽ നമ്മുടെ കൂടെ കഴിഞ്ഞ ആള് ഒരു ദിവസം ഒരു പടി നമ്മളെക്കാൾ മുമ്പേ പോകുമ്പോ ഉണ്ടാകുന്ന ഒരു അൺഈസിനെസ് ഉണ്ടല്ലോ. ഇന്ന് താര മാതാജി ഉണ്ടാകും. അവരെ കമ്പനിയിൽ ഒരു ചെറിയ പാർട്ടി ആയിരുന്നു. അവരൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇവരാണ് ഉണ്ടാക്കി കൊടുത്തത്. 10-15 പേര്. കമ്പനിക്കാരെല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തു. ഇവരെ പേര് വിട്ടുപോയി. വീട്ടിൽ വന്നപ്പോ തന്നെ ഈ മത്തങ്ങയിൽ കണ്ണുമൂക്കുള്ള ഓരോ ആകപ്പാട് ഒന്നുമില്ലാത്തൊരു പ്ലാസ്റ്റിക് കുപ്പിയാണ്. പക്ഷെ കിട്ടാതെ വന്നപ്പോ ഇത് ഞാൻ ഒരു തമാശയ്ക്ക് അവരെ പേരെടുത്തു വെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുടെ വരെ നമുക്ക് ഫീൽ ആകാറുണ്ട്. നമ്മളൊരു സത്സംഗത്തിന് പോകണം. അപ്പൊ അവിടത്തെ ആള് എല്ലാവരുടെ അടുത്തും ഹരേ കൃഷ്ണ പറഞ്ഞു, നമ്മളെ അടുത്ത് പറഞ്ഞില്ല. ചെറിയ കാര്യം ഫീൽ ആവൂല്ലേ? ഇതുപോലെ ഇൻസിഗ്നിഫിക്കന്റ്, കണക്കിലെടുക്കാൻ പറ്റാത്ത വളരെ നെഗ്ലിജിബിൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഹേർട്ടായവർ ഇവിടെ എത്ര പേരുണ്ട്? എല്ലാ കൈയും ഇപ്പോഴെങ്കിലും മേലെ വന്നു. നമുക്ക് നന്നായിട്ട് അറിയാം 5 പൈസക്ക് പ്രയോജനം ഇല്ലാത്ത കാര്യമാണത്. എന്നാലും സ്വമേധിയായി കീ കൊടുത്ത പാവയെ പോലെ തൊട്ടതിനും പിടിച്ചതിനും തിരിഞ്ഞതിനും വന്നതിനും ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർ വേദനിക്കും. പാട്ട് പഠിക്കും. ഒരാൾ നന്നായി പാടിയാൽ അവൻ എന്നെക്കാളും നന്നായിട്ട് പഠിക്കും. ചെറിയ ചിരിച്ചില്ല, മിണ്ടിയില്ല, വെള്ളിയാഴ്ച സദ്യയിൽ പപ്പടം തന്നില്ല, അച്ചാറ് കിട്ടിയില്ല, എന്നെ കണ്ടപ്പോ നിസ്സാരമായ കാര്യങ്ങൾ വരെ. ഇങ്ങനെ ദിവസം നമ്മളോട് തന്നെ പരാജയപ്പെട്ട് നയിക്കുന്ന ഒരു ജീവിതം. പല ദിവസവും അതിനകത്തൊരു സുഖമില്ല. പക്ഷെ ഗീതയും ഭാഗവതം പറയുന്ന ഒരു ചെറിയ കറക്ഷൻ, ആ ചോയ്സിനെ റൈറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മതി. ഇന്ത്യയിൽ ഒരു 2 കൊല്ലം മുമ്പേ നടന്ന ഒരു സംഭവം ഒരിക്കലും, അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം. ഈ ഒറീസയില് ഈ ഇതിനായിട്ട് പ്രചരണത്തിനായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് 2 കന്യാസ്ത്രീകൾ നടന്ന സംഭവം. പിന്നെ അവര് വന്ന് ഒറീസയില്, ഇങ്ങനെ ഇന്ത്യയിൽ കുറെ സ്ഥലങ്ങളിലുണ്ട്, ഈ പാവപ്പെട്ട മേഖലയിലൊക്കെ ചെന്ന് പിന്തങ്ങിയ ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങിച്ചെന്ന് അവരെയൊക്കെ മതം മാറ്റുക. ഇത് കുറെ നടക്കുന്നുണ്ട്. ഈ കേരളത്തില് മട്ടപ്പാടി ആ ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട്. ഒറീസയില് 2 കന്യാസ്ത്രീകൾ, ഒരു പെണ്ണിന് 28 വയസ്സ്, ഇനി ഒന്ന് 32 വയസ്സ്, 2 കൊല്ലം മുമ്പേ നടന്നത്. അവര് മതപ്രവർത്തനത്തിനായിട്ട് വന്ന് അവര് ഇത് ചെയ്യുമായിരുന്നു. പിന്നെ നമ്മുടെ ഭാരതീയർ കുറച്ച് ആവേശം മൂത്തവർ, അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഈ 2 കന്യാസ്ത്രീകളെയും കൊണ്ടുപോയി റേപ്പ് ചെയ്തു. അതിനുശേഷം അവർ ഹോസ്പിറ്റൽ വളരെ ക്രൂരമായി, വളരെ മോശമായ രീതിയിൽ അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അത് വലിയ കേസായി, വഴക്കായി, അതിന് പ്രശ്നങ്ങളായി. പിന്നെ ആ 2 കന്യാസ്ത്രീകളെയും ഓസ്ട്രേലിയയിൽ തിരിച്ചു കൊണ്ടുപോയി. ഉറക്കം വരുന്നില്ല. ശരി, അവരെ തിരിച്ച് ഓസ്ട്രേലിയയിൽ കൊണ്ടുപോയി. വലിയ കേസായി. ഇവരെയൊക്കെ പിടിച്ച് 40 പേരെ എങ്ങാണ്ടോ പിടിച്ചാണ് തടവിലിട്ടത്. ഒറീസയിൽ ജയിലില്, എന്താണ്, ബിർഗംപൂർ ഏതോ ഒരു സ്ഥലത്ത്. 3-4 മാസം കഴിഞ്ഞ് ഈ കന്യാസ്ത്രീകൾ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിൽ വന്നു. അവര് നേരെ ഒറീസയിലെ ഈ സ്ഥലത്ത് വന്ന് ജയിലിൽ കിടന്നവരെ ചെന്ന് കണ്ടു. അപ്പൊ ആൾക്കാർ പറഞ്ഞ്, എന്ത് മണ്ടത്തരവാ നിങ്ങൾ കാണിക്കുന്നത്? അവര് നിങ്ങളെ പീഡിപ്പിച്ചതല്ലേ, എന്നിട്ട് നിങ്ങൾ എന്തിനാ ജയിലിൽ പോയി? അവരെ പോയി ജയിലിൽ കണ്ടിട്ട് കേസ് പിൻവലിച്ച് മാപ്പാക്കി. എല്ലാവരും ഇവരെ വഴക്ക് പറഞ്ഞു, എന്ത് മണ്ടത്തരവാ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ കന്യാസ്ത്രീകൾ പറഞ്ഞ വാക്ക്, ഇത്രയും കാലം ഞങ്ങൾ ചില സിദ്ധാന്തം പ്രചരിപ്പിക്കുമായിരുന്നു, ഇന്ന് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞു. ഇത്രയും ദിവസം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു. ആ ഒരു നന്മ തമിഴില് തിരുക്കുറളില് പറയും, ഇന്നാ ചെയ്താരേ ഒരുത്തർ അവർനാണ് നന്നയം ചെയ്തു വിടൽ.
നമ്മൾക്ക് ഒരാൾ ദോഷം വരുത്തിയാലും അവൻ നാണിക്കുന്ന പോലെ അപ്പുറത്ത് ചെന്ന് ഒരു നന്മ ചെയ്യുമ്പോൾ അവൻ ജീവിതകാലം ഇവർക്ക് അടിയറ വയ്ക്കും. ആ ഒരു നന്മയുടെ ഫലമായിട്ട് മുഴുവൻ ഗ്രാമവും ക്രിസ്ത്യാനികളായി മാറും. അപ്പൊ അതിന്റെ ബാക്കിലുള്ള പോളിറ്റിക്സ് എന്തോ ആയിക്കൊണ്ട് പോട്ടെ, അത് വേറെ. പക്ഷെ അത് ചെയ്യാനുള്ള മനസ്സ് നമ്മളിൽ എത്ര പേർക്കുണ്ടാകും? നമുക്ക് സാധിക്കും. എനിക്ക് പണ്ടൊക്കെ ഓർമ്മയുണ്ട്, പണ്ടൊക്കെ വീട്ടില് വിവാഹം കഴിഞ്ഞു പോയ പെൺകുട്ടി വഴക്കിട്ടിട്ട് വീട്ടിൽ വന്ന അച്ഛനമ്മ പറഞ്ഞു കൊടുക്കുന്നത്, നീ അങ്ങനെ പിണങ്ങിയിട്ടൊന്നും വരല്ലേ, നമ്മുടെ വീട്ടിൽ ഇനിയൊരു പെണ്ണും കെട്ടിച്ചയക്കാനുള്ളതാ, അങ്ങനെയൊക്കെ ഇറങ്ങി വരരുത്, നാട്ടുകാർ നമ്മളെ കുറിച്ച് മോശമായിട്ട് പറയും, അത് ശരിയല്ല എന്ന് ഉപദേശിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് പെണ്ണിന്റെ അമ്മ പറയും, അവൻ ഒരുപാട് പ്രശ്നമുണ്ടാ, നീ അങ്ങ് വാ, നമുക്ക് നോക്കാം, ഞങ്ങൾ ജീവനോടെ ഉണ്ടല്ലോ, ഞങ്ങൾ ചാവുന്നവരെയും നിന്നെ നോക്കിക്കോളാം, കൂടുതൽ അവൻ അങ്ങനെ ഒന്ന് ആളാവണം, നീ ഇങ്ങ് വന്നാ മതി. നല്ല ഉപദേശം അമ്മമാര് പഠിപ്പിച്ചു കൊടുത്തു. കാലം മാറിപ്പോയി. അപ്പോ ഉദ്ദേശം എന്തോ ആയിക്കൊണ്ട് പോട്ടെ, പക്ഷെ ആ ഒരു പ്രവർത്തനത്തിന്റെ നന്മ, ഈ നന്മ കൊണ്ട് മാത്രമേ ഇന്ന് ലോകത്തിനെ മാറ്റാനും നമ്മളെ മാറ്റാനും സാധിക്കുള്ളൂ. അല്ലാതെ വേറെ എന്ത് ചെയ്താലും നമ്മൾ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല, യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ അബ്ദുൾ കലാമിന്റെ വിങ്സ് ഓഫ് ഫയർ ആരെയും വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ചെറിയ ഒരു നല്ല ഇൻസിഡന്റ് ആണ്. അബ്ദുൾ കലാമിന്റെ അടുത്ത് ഒരാൾ ചോദിക്കുന്നു, ഇന്റർവ്യൂ, പത്രപ്രവർത്തകൻ, അങ്ങ് ജീവിതത്തിൽ ദേഷ്യപ്പെട്ട് കണ്ടിട്ടേ ഇല്ലല്ലോ. അയാൾ ദേഷ്യപ്പെട്ടിട്ടേ ഇല്ല. നമ്മളെ പോലെ ദേഷ്യം എന്ന് പറയുന്നത് അറിയാത്തൊരു സംഭവമാണ്. ഇവിടെ അങ്ങനെ ആർക്ക് ദേഷ്യം ആരില്ലല്ലോ, ആർക്കുമേ ഇല്ല. നല്ല നല്ല കാര്യം. ആക്ച്വലി ഈ സെമിനാറിന്റെ ആവശ്യമേ ഇല്ല. അപ്പൊ ദേഷ്യം, അയാൾ ഇത്രയും വലിയ ഒരു പൊസിഷനിൽ ഉണ്ടായിട്ടും ഒരു രാജ്യം മുഴുവനും നടത്തിക്കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിട്ടും വലിയ വലിയ ഭാരമെല്ലാം വഹിച്ചു വന്ന ഒരു വ്യക്തിയായിട്ടും ലൈഫിൽ ദേഷ്യപ്പെട്ടിട്ടേ. നമ്മളെന്താ 2 ദോശ കരിച്ചുണ്ടാക്കി അതിനിടയ്ക്ക് കാണിക്കുന്ന ഒരു പ്രകടനം ഉണ്ടല്ലോ, തീപ്പന്തം കൊണ്ടുള്ള പ്രകടനം, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ പൊട്ടിത്തെറിക്കുക. അങ്ങനെ ദേഷ്യപ്പെട്ട് ഇന്ന് പലരുടെയും തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാല്, ദേഷ്യത്തിൽ പ്രകടിപ്പിക്കുമ്പോഴാണ് ഞാൻ ശരിയായ ഒരാൾ എന്ന ഉള്ളിൽ എവിടെയോ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഒരു കാര്യം ദേഷ്യത്തിൽ പറഞ്ഞു, പല ഗ്രഹനാഥന്മാരും ശബ്ദത്തിനെ ഉയർത്തി കണ്ണെല്ലാം ഉരുട്ടി ദേഷ്യത്തിലൊക്കെ പറഞ്ഞാലേ ശരിയായിട്ട് പറയുന്നു. അങ്ങനെ ആയിപ്പോയി. മണ്ടന്മാര് അവരെ കൂടെ തന്നെ തോറ്റോണ്ട്. ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറയുന്നു, നാളെയും കൂടെ എല്ലാരും വരണം. അവരെടുത്ത് തന്നെ നിരന്തരം തോറ്റുപോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ അബ്ദുൾ കലാമിന്റെ അടുത്ത് ചോദിച്ചു, അതെന്താ ദേഷ്യപ്പെട്ട് കണ്ടിട്ടേ ഇല്ല, പല സാഹചര്യങ്ങൾ. അപ്പൊ ആ വ്യക്തി അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവം പറഞ്ഞതാണ്. അമ്മയുടെ അച്ഛൻ, അവര് 10-11 പേരുണ്ടായിരുന്ന ഒരു വലിയ കുടുംബമാണ്. ദിവസം കൂലിപ്പണി കൊണ്ട് മാത്രം ജീവിച്ചു വരുന്ന ചില ആൾക്കാർ, കൂലിപ്പണി ചെയ്തിട്ട് 10-12 എണ്ണത്തിനെയും ഇത് ചെയ്യണം. അപ്പോൾ അബ്ദുൾ കലാം പറയണ, അദ്ദേഹത്തിന്റെ വീട്ടില് മിക്കവാറും ദോശ ചപ്പാത്തി എന്നൊക്കെ പറയണ 1 കിലോ ഉള്ള ഒരു ദോശയായിരിക്കും. കാരണം ഈ 12 എണ്ണത്തിന് അമ്മ ഉണ്ടാക്കി കൊടുക്കണ്ടേ. നമ്മളാണെങ്കിൽ തട്ടോടെ ചെന്ന് അടുപ്പിനെ ഇട്ടിട്ട് തീരെയില്ല, എത്ര തിന്നാലും. അപ്പോൾ ഈ അമ്മ എന്തെങ്കിലും നല്ല 1 കിലോ ഉള്ള ചപ്പാത്തിയും ദോശയൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കണം. കാരണം തിന്നാ പിന്നെ അവൻ ചോദിക്കരുത്, അത്രയും പേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ ഒരു ദിവസം ദോശ എന്തോ ഒന്ന് ഉണ്ടാക്കിയത് കരിഞ്ഞു പോയി. ഉടനെ ഒരു കുട്ടി, എനിക്ക് കരിഞ്ഞത് വേണ്ട, എറിഞ്ഞു. അപ്പോൾ അബ്ദുൾ കലാമിന്റെ അച്ഛൻ എന്ത് ചെയ്തു, എനിക്ക് കരിഞ്ഞത് ഇഷ്ടമാണെന്ന് എടുത്തു വെച്ചിട്ട് അദ്ദേഹം കഴിക്കാൻ തുടങ്ങി. തീർന്നു, അത്രയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഏതോ ഒരു സാഹചര്യത്തില് അബ്ദുൾ കലാം അച്ഛനോട് ചായക്കടയിൽ പോയി ഹോട്ടലിൽ കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഒരു ദിവസം കഴിച്ചപ്പോൾ ശകലം ചെറുതായിട്ടൊന്ന് കരിഞ്ഞത് കൊണ്ട് എന്ത് ചെയ്തു, ആ ഹോട്ടൽക്കാരൻ്റെ അടുത്ത് അബ്ദുൾ കലാമിന്റെ അച്ഛൻ പറഞ്ഞു, ഞാൻ കാശ് കൊടുത്ത് മേടിക്കുന്നത്, എനിക്ക് നല്ലത് വേണം, കരിഞ്ഞൊന്നും വേണ്ട, തിരിച്ചു കൊണ്ടുപോയി നല്ലത് കൊണ്ടുവന്നു. അപ്പൊ ഈ കുട്ടി, ചെറിയ കുട്ടിയായി അബ്ദുൾ കലാം ചോദിച്ചു, അന്ന് വീട്ടിൽ പറഞ്ഞ് കരിഞ്ഞതൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് കഴിച്ചു, ഇന്നെന്താ കരിഞ്ഞത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കണേ എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, കരിഞ്ഞ ദോശയോ ചപ്പാത്തിയോ കഴിച്ച ശരീരത്തിന് ഒരു കുഴപ്പം പറ്റില്ല, പക്ഷെ കരിഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞു പോയാൽ അമ്മയുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാവും. അവളും കൂലിപ്പണിക്കെല്ലാം പോയിട്ട് നമ്മളെപ്പോലെ ക്ഷീണിച്ച് രാത്രി വരാണ്. വന്നിട്ട് പല വീട്ടിലും സംഭവിക്കുന്നതാ, ദൂരെ യാത്ര പോകും, പലരും
ക്ഷീണിച്ച് നമ്മളെല്ലാം വരും. അപ്പൊ ഹസ്ബൻഡ് എന്ത് ചെയ്യും? എനിക്ക് ഒട്ടും വയ്യാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഗുളികയൊക്കെ കഴിച്ച് അങ്ങ് കിടന്ന് ഉറങ്ങും. ഭാര്യ അതേപോലെ ഒട്ടും വയ്യാന്ന് പറഞ്ഞ് ഗുളികയൊക്കെ കഴിച്ച് പക്ഷെ നേരെ അടുക്കളയിൽ കയറി പോകും. ഇത് നിങ്ങളെ വീട്ടിൽ സംഭവിക്കാറുണ്ടോ? ചില വീട്ടിൽ തിരിഞ്ഞു ആവാം, റൈറ്റ്? അപ്പോ അവിടെ ആ സാക്രിഫൈസ് ആരെടുത്ത് ചെന്ന് പരാതി പറയാനാ? എനിക്ക് ലഭിച്ചത് എന്റെ പൂർവ്വജന്മ പാപപുണ്യ കർമ്മങ്ങൾ അനുസരിച്ച് കിട്ടിയ ഒരു സാഹചര്യം. ആരെടുത്ത് ചെന്ന് പരാതി പറയാം? ഉള്ളത് അങ്ങനെ അനുഭവിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ ആ അച്ഛൻ പറഞ്ഞത്, കരിഞ്ഞ വാക്ക് പറഞ്ഞു പോയാൽ അവൾ വൈകുന്നേരം വരെയും അധ്വാനിച്ച് ജോലി ചെയ്ത് ക്ഷീണിച്ച് വന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ വ്രണം ഒരിക്കലും മാറില്ല. പക്ഷെ കരിഞ്ഞത് തിന്ന ഒരു കുഴപ്പം വരില്ല എന്ന് പറയും. ഇത് ഈ കുട്ടിയുടെ മനസ്സില് ആഴത്തിൽ പതിയും. ആരുടെ മനസ്സില്? നമ്മൾ കേൾക്കാറുണ്ട്, ഒന്നും പതിയാറില്ല, അതെല്ലാം ഇതിൽ കൂടെ കേട്ടാക്ക് പോകും. പക്ഷെ ഈ കുട്ടിയുടെ മനസ്സിൽ അത് ആഴത്തിൽ പതിഞ്ഞു പോയി. അതുകൊണ്ട് അദ്ദേഹം ജീവിതത്തിൽ ദേഷ്യപ്പെട്ടിട്ടേയില്ല. ഇതെല്ലാം കൃഷ്ണഭക്തന്മാർക്കുള്ള കാര്യമാണ്. ഭഗവത്ഗീതയൊക്കെ വായിച്ചു നോക്കിയാല് ഒരു 70% ഭാഗവതം ഭഗവത്ഗീതയ്ക്കകത്തൊക്കെ സൗമ്യമായിരിക്കണം, ഒരു സമോതമസ്തപ ശൗചം, ശാന്തിയോടെ ഇരിക്കണം, കടുത്ത വാക്കുകൾ പറയരുത്, ആത്മനിയന്ത്രണം വേണം, ദേഷ്യപ്പെടാൻ പാടില്ല. ഇതൊക്കെ നമുക്കുള്ളതാണ്. പക്ഷെ നമ്മളൊന്നും പാലിക്കാറില്ല, നാട്ടുകാരൊക്കെ പാലിക്കാറുണ്ട്. അപ്പൊ എവിടെയോ ഉള്ളിൽ ചെറിയ ചെറിയ കറക്ഷൻസ് നമ്മൾ വരുത്തി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു അഡിഷൻ, ഓരോ സെക്കൻഡും ആ ചോയ്സ് നമ്മുടെ മുമ്പേ വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ വേണോ അങ്ങനെ വേണോ, ഇതെടുക്കണോ അതെടുക്കണോ, ആ തീരുമാനം പോസിറ്റീവ് നെഗറ്റീവ് ഈ ചോയ്സ് വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിങ്ങനെ ഉള്ളിലിരുന്ന് നമ്മൾക്ക് ഭയങ്കരമായ ഒരു ത്വരയുണ്ടാവും, ഒരു ഉദ്വേഗം ഉണ്ടാവും. അപ്പൊ അവനെ കയ്യിൽ കിട്ടിയാൽ 4 പറയണമെന്ന് പറഞ്ഞ് അങ്ങനെ വരും. ആ വരുന്ന സമയത്ത് ഉണ്ടാതെ ആത്മസംയമനം പാലിച്ചിട്ട് പിന്നെ കാണാം, നമുക്ക് നാളെ സംസാരിക്കാം. ആ ഒരു സെക്കൻഡ് എടുക്കുന്ന ഡെസിഷൻ ഉണ്ടല്ലോ, ലൈഫിൽ ഒരുപാട് നഷ്ടപ്പെടുന്നതിലിരുന്ന് നമ്മളെ രക്ഷിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? വേണമെന്ന് വെച്ച് ദേഷ്യവും ഉണ്ടാവും, കുറച്ച് അഭിനയവും ഉണ്ടാവും, കുറച്ച് അഡീഷണൽ ആയിട്ട് ഇനി ഒരു ജന്മത്തിൽ നമുക്ക് ചിരിക്കാൻ പറ്റില്ല അത്രയ്ക്കുള്ളതെന്ന് പറഞ്ഞങ്ങ് തീർക്കും. അറിഞ്ഞു ചെയ്യുന്നത് അതൊക്കെ. പക്ഷെ ആ ഒരു സെക്കൻഡ് നമ്മളൊന്ന് സമാധാനം പാലിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഈ ഡെസിഷൻ മേക്കിംഗ് ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മഹാഭാരതത്തില് ധൃതരാഷ്ട്രന്റെ കഥയിൽ പറയുന്നുണ്ട്, ധൃതരാഷ്ട്രക്ക് പറ്റിയതാണ്. നന്നായിട്ടറിയാം. 2-3 തവണ ഭഗവാൻ സ്വയം വന്ന് ധൃതരാഷ്ട്രടുത്ത് പറഞ്ഞു, ഹേ ധൃതരാഷ്ട്ര, അവർ ക്ഷത്രിയരാണ്. ആര്? പാണ്ഡവന്മാർ ക്ഷത്രിയരാണ്. അവർക്ക് രാജ്യാവകാശം യഥാർത്ഥത്തിൽ മുഴുവനും അവർക്ക് ചേർന്നതാണ്. പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ല, ചെറുതായിട്ട് പകുതി രാജ്യമെങ്കിലും കൊടുത്തോളൂ. ധൃതരാഷ്ട്രം സമ്മതിച്ചില്ല. അങ്ങനെ താഴ്ന്ന് 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 ഭഗവാൻ സ്വയം ഒരു യാചകനായി ഭക്തന് വേണ്ടി ഒരു ഭിക്ഷക്കാരനെ പോലെ വന്നിട്ട് കൃഷ്ണൻ ചോദിച്ചു ധൃതരാഷ്ട്രടുത്ത് അവസാന 5 ഗ്രാമമെങ്കിലും അവർക്ക് കൊടുക്കാനായിട്ട്. ധൃതരാഷ്ട്രം എന്ത് ചെയ്തു? ദുര്യോധനൻ എണീറ്റ് പറഞ്ഞു, സൂചി കുത്തുന്ന സ്ഥലം പോലും കൊടുക്കില്ല. ഇതെല്ലാം ധൃതരാഷ്ട്രം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. കേട്ടിട്ട് ഒന്നും കേൾക്കാതെ പോലെ നിസ്സംഗഭാവത്തിൽ ഒരു പാറക്കഷ്ണം ഇരിക്കുന്നത് പോലെ. കാരണം ഗീതയിൽ പറയുന്നുണ്ട്, ധൃതരാഷ്ട്രക്ക് എവിടെയോ ഉള്ളിന്റെ ഉള്ളില് എന്റെ മക്കൾ നന്നാവും, അവര് കുഴപ്പക്കാരാണ്, അവര് ധർമ്മത്തിന് വിരുദ്ധമായി സഞ്ചരിക്കുന്നവരാണ്, നീതിക്ക് വിരുദ്ധമായി തെറ്റ് ചെയ്ത, എന്നാലും എന്റെ മക്കളാണ്. അതുകൊണ്ട് അവർ തെറ്റ് ചെയ്താലും കണ്ടിട്ട് കാണാതെ ഞാൻ എന്ന ഒരു സ്വാർത്ഥത ഭയങ്കര ഡീപ്പായിട്ട് എനിക്ക് അറിയാവുന്ന. ഈ അടുത്ത ഒരു 2-3 മാസം മുമ്പേ ഒരു ഡിവോട്ടിയുടെ വീട്ടില് ഒരു എന്താ പറയാ ഒരു ചെറിയ വഴക്കായി. ഞാൻ അവിടെ ഇരിക്കാം. വഴക്ക് കൂടി 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 ഭർത്താവ് അവസാനം ഭാര്യ അടുത്ത് പറയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ചത്തുപോകും. ഭാര്യ പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, കുറെ ദിവസമായിട്ട് ചത്തു, കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഭർത്താവ് പറഞ്ഞ്, നീ വിധവയാവും. ഓ അത് വേണ്ട കേട്ടോ. മനസ്സിലായി രണ്ടിന്റെയും വ്യത്യാസം? ആദ്യം പറഞ്ഞ് ഞാൻ ചത്തുപോകും, ഭാര്യക്ക് ഒരു കുഴപ്പമില്ല, പ്രശ്നമില്ല. പിന്നെ ഭർത്താവ് പറഞ്ഞ് നീ വിധവയാവും. അപ്പൊ ഭാര്യ പറഞ്ഞു, അത് പറ്റൂല. അപ്പൊ എവിടെയോ ചത്താലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ വിധവയാവില്ല. അതെങ്ങനെ നടക്കും? ഈ എല്ലാം തിന്നണം, വണ്ണം വെക്കാൻ പാടില്ല എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണ്. ഒരു കൺട്രോളും ഇല്ല, ബ്രേക്കും ബെല്ലില്ലാതെ അങ്ങ് അടിച്ച് കയറ്റും. പക്ഷെ ആൾക്കാർക്ക് വണ്ണം വെക്കാൻ പാടില്ല. അതെങ്ങനെ നടക്കും? അപ്പൊ ഫൈനലി ഉള്ളിന്റെ ഉള്ളിൽ ഡീപ്പായിട്ട് നമ്മളെല്ലാവരും ഭയങ്കര സ്വാർത്ഥരാണ്.
എൻ്റെ സുഖം, ഈവൻ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ പോലും എൻ്റെ അഹങ്കാരത്തിനെ തൃപ്തിപ്പെടുത്തുന്നവരായിരിക്കും. നമുക്കറിയാം തെറ്റ് തന്നെ, എന്നാലും ഞാൻ പറയണ പോലെ അനുസരിച്ചോ, ഞാൻ പറയണത് കേട്ടാ മതി, അധികം ഒന്നും സംസാരിക്കേണ്ട, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ? ആരുമില്ല അല്ലേ? അപ്പോ ഈ സ്വാർത്ഥത, അഹം എന്ന ഭാവം അവനെ ചിരിപ്പിക്കാൻ അനുവദിക്കില്ല. മഹാഭാരത യുദ്ധം കഴിഞ്ഞു. ഓരോ ദിവസവും ധൃതരാഷ്ട്രർ ചോദിക്കും സഞ്ജയന്റെ അടുത്ത്, സഞ്ജയ ഇന്ന് യുദ്ധഭൂമിയിൽ എന്ത് നടന്നു, ഇന്ന് എന്തൊക്കെയാ സംഭവിച്ചത്, അവിടെ എന്തൊക്കെ സംഭവിച്ചു? അപ്പൊ സഞ്ജയൻ വളരെ പതുക്കെ പറയും, ഇന്ന് നിങ്ങളുടെ ഇത്ര മക്കൾ മരിച്ചുപോയി, ഇന്ന് 13 പേര് മരിച്ചുപോയി, ഇന്ന് 8 പേര് മരിച്ചുപോയി, ഇന്ന് ഭീമന്റെ കൈ കൊണ്ട് 21 പേര് അവിടെ മരിച്ചുപോയി. അവരുടെ ജഡങ്ങളെ ചുറ്റിയും അവന്റെ പത്നിമാരെല്ലാം തലയിലടിച്ച് വിലപിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ധൃതരാഷ്ട്ര, ആ രംഗം എനിക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ല. അവരെ ദുഃഖം എന്റെ ശബ്ദനാളത്തിനെ അടയ്ക്കുന്നു, എനിക്ക് വാക്കുകൾ വരുന്നില്ല. ആലോചിച്ച് നോക്കണം, ഒരു അച്ഛൻ അവിടെ ഇരുന്നിട്ട് കണ്ണു കാണാത്തവൻ ദിവസം എൻ്റെ 10 മക്കൾ മരിച്ചുപോയി, 8 മക്കൾ മരിച്ചുപോയി, 12 എണ്ണം മരിച്ചുപോയി. ഈ ദുഃഖം കേട്ട് 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 അറിയാം ഉള്ളിൽ അവന്റെ മക്കൾ തെറ്റ് ചെയ്യുന്നവർ, എന്നാലും ആ ഒരു ദേഷ്യം യുദ്ധം കഴിഞ്ഞ് ഭീമസേനെ കാണണമെന്ന് പറഞ്ഞു. കാരണം ഭീമനാണ് ഈ 100-ൽ 99 അടിച്ചു കൊന്നത്. കാരണം ഭീമൻ ഒരു ശപഥം എടുത്തിരുന്നു, ഈ 100 പേരെയും തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞിട്ട്. ഒരേ ഒരുത്തനെ മാത്രമാണ് സങ്കടപ്പെട്ട് കൊന്നത്. ഈ 100-ൽ ഒരാള് വികർണൻ എന്നൊരു സഹോദരൻ ഉണ്ടായിരുന്നു. മൊത്തം 100 പേര്. അതിൽ ഒരു ബോറടിക്കുന്ന ഇല്ല, 100-ൽ ഒരു ബ്രദർ വികർണൻ. കാരണം ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടന്ന സമയത്ത്, ദ്രൗപദിയെ അപമാനിച്ച സമയത്ത് ഈ വികർണൻ മാത്രമാണ് എണീറ്റ് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റ്, എന്തൊക്കെയാണെങ്കിലും ഈ സ്ത്രീയെ ഈ വേദിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ അപമാനിക്കരുത്. ക്ഷത്രിയരാണെങ്കിൽ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം, അവരെ രാജ്യം പിടിച്ചെടുക്കണോ, ശരിക്കും ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് മുഖാമുഖം നിന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചെടുക്കണം, അല്ലാതെ ഇങ്ങനെയല്ല എടുക്കേണ്ടത്, ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, വികർണ നീ സംസാരിക്കല്ലേ, നിനക്ക് ഇതിന്റെ ചൂതും വാദവും ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല, ഇവരുടെ ചാതുര്യം നിനക്ക് മനസ്സിലാവില്ല, ഇതൊക്കെ രാജതന്ത്രമാണ്. ശകുനി പറഞ്ഞു, വികർണ നിനക്ക് പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. വികർണന്റെ വായടച്ചു. ആ വികർണനെ കൊല്ലുമ്പോ മാത്രമാണ് ഭീമസേനൻ ഒരു നിമിഷം ഒന്ന് കലങ്ങിയത്. പറഞ്ഞു, വികർണ സന്തോഷം കൊണ്ടല്ല നിന്നെ ഞാൻ കൊല്ലുന്നത്, വേറെ നിവർത്തിയില്ല, 100-നെയും കൊല്ലുമെന്ന് ഞാൻ ശപഥമെടുത്തു പോയി, അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലാം. പക്ഷെ ബാക്കി 99-നെയും കൊന്നപ്പോ ഭീമസേനൻ മഹാഭാരതത്തിൽ പറയുന്ന അട്ടഹാസം, ശരീരം മുറിച്ച് ഓരോരുത്തരുടെ തൊടയൊക്കെ എല്ലൊക്കെ പൊട്ടിച്ച് അവരെ അടിച്ച് അവരെ ശരീരത്തിലുള്ള ഓരോ എല്ലുകളെയും കഷ്ണം കഷ്ണമായി മുറിച്ച് ആകാശത്തിൽ എറിഞ്ഞ് അമ്മാനമായി ഇങ്ങനെ അട്ടഹസിച്ച, ചോരയെടുത്ത് മുഖത്തും നെഞ്ചിലൊക്കെ തടവിക്കൊണ്ട് ഭയങ്കര അട്ടഹാസമായിരുന്നു. ആരുടെ? ഭീമസേൻ. ഇതെല്ലാം ആര് കേൾക്കുന്നു? ധൃതരാഷ്ട്രർ എന്ന് കേൾക്കാം. കേട്ട് കേട്ട് ഭീമസേനന്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ദേഷ്യം, ശത്രുത, ഈ പകയ്ക്ക് തീയിട്ട് അങ്ങനെ വളർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കലികാലം വല്ലാത്ത ഒരു കാലഘട്ടമാണ്. ഭാഗവതത്തിൽ പറയുന്നത് കലിയുടെ 2 സ്വഭാവമാ മുന്തങ്ങി നിൽക്കുന്നത്. പ്രൈമറി എന്താ പറയാ, 2 ക്വാളിറ്റിയാ കലികാലത്തിന്. എന്തൊക്കെയാ കലിയുടെ സ്വഭാവം? എന്തൊക്കെയാ കലിയുടെ ക്യാരക്ടേഴ്സ്? കലഹവും കാപട്യവും, ക്വാറൽ ആൻഡ് ഹിപ്പോക്രസി, ചതിക്കുക, കലയിക്കുക. ഇത് കുട്ടികളുടെ ക്യാരക്ടർ തൊട്ടുണ്ടാവും. നമ്മൾ വീട്ടിൽ കയറി പോയാൽ കയ്യിൽ വെച്ചിട്ട് ഇതിലേത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നുണ്ടിട്ടില്ലേ, വാതലിന്റെ പുറകെ ഒളിച്ച് എന്നൊക്കെ. അതായത് ബൈ ബർത്തേ അങ്ങോട്ട് വരുമ്പോഴേ എന്താണ് പറ്റിച്ചാ വരുന്നത്. അമ്മയുടെ ബോഡിയിൽ നിന്ന് വെളിയിൽ വന്ന് ഞാനാ പെണ്ണാ പറ പെണ്ണ്, ഞാനാണേ പറ്റിച്ചോണ്ടിരിക്കും. അതായത് ആ ഏജ് റൈറ്റ് ഫ്രം ദ ബ്ലഡ്, ജനിച്ചത് മുതൽ ആൾക്കാരെ തമാശക്കെങ്കിലും പറ്റിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും വെറുതെ തമാശക്ക് അടുത്തുള്ളവരെ പറ്റിക്കണം ഇഷ്ടംപോലെ ഉണ്ടല്ലേ, റൈറ്റ്? പിന്നെ എന്താവും, ആ തമാശ എന്ന് പറയുന്ന അങ്ങ് മിസ്സാവും. പിന്നെ ശരിക്കും അങ്ങ് പറ്റിച്ചു തുടങ്ങും. വെറുതെ തമാശക്ക് പറ്റിച്ചു തുടങ്ങിയതാ, പിന്നെ അത് ക്യാരക്ടർ. കാപട്യം കലികാലത്തിൽ എല്ലാവർക്കും ഉണ്ട്. അതിന്റെ മോഡേൺ വേൾഡിലുള്ള വാക്ക് ബിസിനസ് എന്നാണ്, പക്ഷെ പറ്റിക്കുന്നതാണ് ഇങ്ങനെ. അതേപോലെ കലഹം. സാത്വികന്മാർ
രണ്ട് നല്ല മനുഷ്യർ ഒരുമിച്ച് താമസിച്ച്, സാത്വികന്മാർ, അവരുടെ ജീവിതത്തിൽ കുഴപ്പമേ ഇല്ല. നല്ല ആൾക്കാർ ഒരുമിച്ച് താമസിച്ചാൽ ശരി, കുറച്ച് ദിവസം കഴിഞ്ഞ് അവരുടെ ഇടയ്ക്ക് കലഹം ഉണ്ടാവും. നല്ല മനുഷ്യൻ, അവന്റെ ലൈഫിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ എന്റെ കൂടെ ഒരു സാത്വികനായ മനുഷ്യൻ താമസിക്കുകയാണെന്ന് ചോദിച്ചു, അവൻ ഒരു തെറ്റും ചെയ്യാറില്ല. രാവിലെ എണീക്കും, ധ്യാനിക്കും, പൂജകൾ ചെയ്യും, നല്ല ആരെയും ഉപദ്രവിക്കില്ല, നല്ല വാക്കുകൾ സംസാരിക്കും, നല്ല സാത്വികനായ മനുഷ്യൻ എന്റെ റൂംമേറ്റാണ്. ആദ്യമൊക്കെ നന്നായിരിക്കും, പതുക്കെ ഒരാഴ്ച കഴിയുമ്പോൾ അവൻ ഷർട്ട് ഇടുന്നത് നോക്ക്, ഇതെന്ത് വൃത്തികേട്, ഇങ്ങനെയാണ് ഷർട്ട് ഇടുന്നത്, ഒരു കാരണവുമില്ല, ഇല്ലാത്ത ഒന്നിൽ നിന്ന് ഒരു വഴക്കുണ്ടാവും. പിന്നെ പതുക്കെ അയാൾ ഷർട്ട് ഇടുന്നത് നമുക്ക് ഇഷ്ടമില്ല, പിന്നെ അയാളുടെ ഡ്രസ്സിങ് ഇഷ്ടമില്ല, പിന്നെ അയാളെ കാണുമ്പോൾ ഒരു വെറുപ്പാവും, പിന്നെ അയാളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു മടി വരും. ഇങ്ങനെ ശത്രുവായി മാറും. സാത്വികതയിലിരുന്നും കലഹമുണ്ടാവും. അങ്ങനെ കലികാലത്ത് കലഹവും കാപട്യവും ചതിക്കലും വഞ്ചിക്കലും പിന്നെ വഴക്കുണ്ടാകുന്നതിന് ഒരു കാരണവും വേണ്ട. വെറുതെ ഇല്ലാത്ത ഒന്നിന് എങ്ങനെ സമാധാനം ഉണ്ടാവും? ധൃതരാഷ്ട്രർ പറഞ്ഞു, അവസാനം എനിക്ക് ഭീമസേനെ കാണണം, ഭീമസേനെ ആലിംഗനം ചെയ്യണം. ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ ഉള്ളിലും ഭഗവാൻ ഉള്ളത് കൊണ്ട് ശരിക്കും നമുക്ക് പോലും ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ ആർക്കറിയാൻ പറ്റും? സർവ്വതും അറിയാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഇച്ഛയില്ലാതെ ഒരു പുൽക്കൊടി പോലും ഇവിടെ അനങ്ങത്തില്ല. നമ്മൾ വിചാരിക്കും ഭഗവാൻ ഒന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ ഭഗവാൻ എൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ. ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ ഭഗവാൻ അതങ്ങ് ക്ഷമിക്കും. അതേ തെറ്റ് ഇനിയൊരുത്തൻ ചെയ്താലോ, മഹാഭാവി നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണ, നരകത്തിൽ പോവും, ആ അപരാധം എന്നൊക്കെ ഉപദേശിക്കും. ഒരു ആധ്യാത്മിക ആചാര്യൻ പറഞ്ഞു, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരു അഡ്വക്കേറ്റ് ആവുകയും മറ്റവന്റെ ജീവിതത്തിൽ ജഡ്ജ് ആവുകയും ചെയ്യാറുണ്ട്, ഇല്ലേ? മറ്റുള്ളവര് അത് ശരിയായില്ല, എന്തൊക്കെ പറഞ്ഞാൽ അത് തെറ്റായി. മറ്റവന്റെ ജീവിതത്തിലെല്ലാം നമ്മൾ ജഡ്ജ്മാരാണ്, സ്വന്തം ജീവിതത്തിലോ അഡ്വക്കേറ്റ്. അത് എൻ്റെ കാര്യം ഭഗവാൻ അറിയാറില്ല. ഞാൻ അതുകൊണ്ടാണ് രാവിലെ എണീറ്റ് ചെല്ലും. ഭഗവാൻ അറിയാം, ഇന്നലെ ഞാൻ 11:30-ക്കാണ് വന്ന് കിടന്നത്. പിന്നെ ഭാഗവതത്തിൽ പറയുന്നുണ്ട് 6 മണിക്കൂർ ഉറങ്ങണോ. 12:30, 1:30, 2:30, 3:30, 4:30, 5:30, 6 അത്രയല്ലേ ഉള്ളൂ. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് 7 നമ്മളുടെ ലൈഫിൽ നമ്മൾ എത്ര സമാധാനം പറയും. അതേ തെറ്റ് ഇനിയൊരുത്തൻ ചെയ്യുകയാണെങ്കിൽ അവിടെ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഭീമസേനനെ ആലിംഗനം ചെയ്യണമെന്ന് പറഞ്ഞു. ഭഗവാൻ ആ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതുള്ള സത്യസന്ധമായി വിശ്വസിക്കുകയാണെങ്കിൽ ഇത് നടക്കും. ഞാൻ ഈ അടുത്ത കാലത്ത് ബേലൂർ, മൈസൂരിന്റെ അവിടെ നിന്ന് 200 കിലോമീറ്റേഴ്സ്, ബേലൂർ കർണാടകയിലെ ഒരു ജില്ല, ചെന്നകേശവ എന്ന അവിടെ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്. വളരെ മനോഹരമായ ക്ഷേത്രം, കൃഷ്ണദേവരായ ആ വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ക്ഷേത്രം. ആരെങ്കിലും പോയിട്ടുണ്ടോ എന്നറിയില്ല. ബേലൂർ, മൈസൂരിൻ്റെ അടുത്ത് 200 കിലോ ബേലൂർ പോയിട്ടുണ്ട്. വെരി ബ്യൂട്ടിഫുൾ ടെമ്പിൾ, പഴയ രാജകീയമായ കൊട്ടാരം, ചെന്നകേശവ, നല്ല മനോഹരമായ ക്ഷേത്രം. അവിടെ ഇപ്പോഴും ഒരു ഐതിഹ്യമുണ്ട്. വളരെ വിചിത്രമായി തോന്നി എനിക്ക്. എന്താണെന്ന് വെച്ചാൽ ഒരു 2 മാസം 3 മാസം കൂടുമ്പോൾ അവിടെ ക്ഷേത്രത്തിന്റെ മുമ്പേ ഈ ചെരുപ്പ് കുറ്റികളിൽ ചെരുപ്പ് ഉണ്ടാക്കുന്നവര് അവർ കൊണ്ടുവന്ന് കുങ്കുമം വിതറി വെക്കും. കുങ്കുമം എല്ലാം വെച്ചിട്ട് ഒരു ഡിഫറെന്റ് ആയിട്ട് ഭഗവാന്റെ കൊട്ടാരത്തിൽ അമ്പലത്തിന്റെ ഒരു സൈഡിൽ കണ്ണാടി പെട്ടിയിൽ ചെരുപ്പ് വെച്ചിട്ടുണ്ട്. കഥ എന്താണെന്ന് ചോദിച്ചപ്പോ ഒരു 300-400 വർഷങ്ങൾക്ക് മുമ്പേ, ഒരു 200-300 ഇയേഴ്സ് മുമ്പ് അവിടെ ഒരു ചെരുപ്പ് കുറ്റി ഉണ്ടായിരുന്നു. അമ്പലത്തിന്റെ ഫ്രണ്ടില് വരുന്നവരെയും പോകുന്നവരെയും ചെരുപ്പ് വാങ്ങിച്ചു വെക്കുക. അവർ ക്ഷേത്രത്തിനകത്ത് തൊഴുതിട്ട് വരും. കാരണം ഈ അമ്പലത്തിൽ വലിയ മോഷണമാണല്ലോ ഈ ചെരുപ്പ് മോഷണം. ഇന്ത്യയിലും അത് എന്താണെന്ന് അറിഞ്ഞൂടാ. വേറെ എന്തെല്ലാം ചെരുപ്പ് മോഷ്ടിച്ചോളൂ. അപ്പൊ എന്താ, ഈ ചെരുപ്പ് വാങ്ങിച്ചു വെക്കും. തൊഴുതിട്ട് വരുമ്പോൾ ഒരു ചെറിയ ചില്ലറ കാശ് വാങ്ങിച്ച് ചെരുപ്പ് തിരിച്ചു കൊടുക്കും. അവരാരെങ്കിലും റിപ്പയർ ആണെങ്കിൽ ചെയ്തു കൊടുക്കും. ഇങ്ങനെ ക്ഷേത്രത്തിന്റെ നടക്കി ഇരുന്ന് ദൈവത്തിനെ കണ്ട് ഭക്തന്മാർ കേട്ട് അകത്ത് പ്രഭാഷണം വചനം കേട്ട് അദ്ദേഹത്തിനും ഇതിനോട് വലിയ താല്പര്യമാണ്. അപ്പൊ ചെരുപ്പ് കുറ്റി വിചാരിച്ചു, ഇവിടെ എല്ലാരും ദൈവത്തിനെ സേവിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ സേവിക്കും? പാട്ട് പാടുന്നവർ ദൈവത്തിനെ സ്തുതിച്ച് പാട്ട് പാടും, പൂജ അറിയാവുന്നവർ പൂജ ചെയ്യും, മറ്റുള്ളവർ എല്ലാവരും അവരെ കഴിവ് ദൈവത്തിന്റെ സേവയിൽ ഉപയോഗിക്കും. ഞാൻ എങ്ങനെ എൻ്റെ കഴിവ് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ചെരുപ്പ് കുറ്റിക്ക് എന്ത് സേവനം ചെയ്യാൻ പറ്റും? പാചകം ചെയ്യുന്നവർക്ക് നിവേദിക്കാൻ ഭഗവാന് പായസമെല്ലാം ഉണ്ടാക്കി കൊടുക്കാം, മാനേജറിന് അമ്പലം നടത്തിക്കൊണ്ടു പോകാം, പാട്ട് പാടുന്നവർക്ക് ദൈവത്തിനെ കുറിച്ച് പാട്ട് പാടാം, പാണ്ഡിത്യമുള്ളവർക്ക് ദൈവത്തിന്. ചെരുപ്പ് കുറ്റി എന്ത് സർവീസ് ചെയ്യും? ഭഗവാൻ ചെരുപ്പ് ഇടും.
ചെരുപ്പ് കുറ്റിക്ക് എന്ത് സർവീസ് ചെയ്യാം? ഇയാൾ ആലോചിച്ച് എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാ. ആശാൻ എന്ത് ചെയ്തു? ഒരു നല്ല അദ്ദേഹത്തിന്റെ കഴിവെല്ലാം ഉപയോഗിച്ച് നല്ല ഒരു ചെരുപ്പ് ഉണ്ടാക്കി. ഇത് അമ്പലത്തിൽ കൊണ്ടുപോയി ഡൊണേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും ആലോചിച്ച് നോക്കണം. ഗുരുവായൂരിൽ ചെന്നിട്ട് 2 ചെരുപ്പ് ഡൊണേഷൻ ആയിട്ട് ആ ഒരു ചെരുപ്പ് കൊണ്ട് തന്നെ നമ്മളെ തന്നെ. അപ്പൊ ഇത് ചെരുപ്പ് കുറ്റിക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. ഇദ്ദേഹം എന്ത് ചെയ്തു? ഡെയിലി ഫ്രണ്ടിൽ കൊണ്ടുവന്ന് അമ്പലത്തിന്റെ ഒരു സൈഡിൽ അങ്ങനെ വെച്ചിട്ട്, കൃഷ്ണ ഈ ചെരുപ്പ് നീ എടുത്തോണം, നീ വന്നിട്ട് അവിടെ ചെന്നക്കേശവ ഇങ്ങനെ ഉറങ്ങുന്ന വിഗ്രഹം കൊണ്ട് നിൽക്കുന്നു, നീ ഉറങ്ങാണ് 24 മണിക്കൂർ, എണീറ്റ് എവിടെയും പോകാറില്ല, അതുകൊണ്ട് ചെരുപ്പിന്റെ ആവശ്യമില്ല, എന്നാലും കൃഷ്ണ എനിക്ക് ഇത് മാത്രമേ തരാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നീ എടുത്തോന്ന് പറഞ്ഞ മടിക്ക് വെച്ചു. ദിവസവും വെച്ചു. അങ്ങനെ 1 മാസം ആയപ്പോ ഭഗവാൻ ഈ ചെരുപ്പ് കുട്ടിയുടെ സ്വപ്നത്തിൽ വന്ന് പറയാണ്, നീ ചെയ്ത ചെരുപ്പിന്റെ കാലിന് ഫിറ്റ് ആവുന്നില്ല, അതിനൊന്ന് ചെറുതാക്കി അതിനെ കറക്റ്റ് ചെയ്ത് തരാൻ. ഈ വ്യക്തിക്ക് ഭയങ്കര അതിശയമായി. അപ്പൊ സ്വപ്നമാണെന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം കാര്യമാക്കിയില്ല, കടന്നുറങ്ങി. വീണ്ടും അടുത്ത ദിവസം, ഒരു തവണ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, നീ ചെയ്തിരിക്കുന്ന ചെരുപ്പ് എനിക്ക് ഫിറ്റ് ആവുന്നില്ല, അതൊന്ന് കറക്റ്റ് ചെയ്ത് തരാൻ. സന്തോഷം കൊണ്ട് ഇയാളന്ന് ചെരുപ്പ് ഉണ്ടാക്കിയിട്ട് അപ്പൊ ഇദ്ദേഹം സന്തോഷം കൊണ്ട് നാട് മൊത്തം വിളിച്ചു പറഞ്ഞു. നാട്ടുകാർ കേട്ട എന്താ പറയും? എല്ലാരെയും അദ്ദേഹത്തിന് പരിഹസിച്ച് പുച്ഛിച്ച് കളിയാക്കി പ്രാന്തായി ഭക്തി മൂത്ത് വട്ടായി എന്നൊക്കെ തീരുമാനിച്ചു. അപ്പൊ ഇദ്ദേഹം ദൈവത്തിനടുത്ത് പറഞ്ഞു കരയാ എല്ലാരും. അപ്പൊ നാട് മൊത്തം അറിയാൻ വേണ്ടി നീ ഒരു കാര്യം ചെയ്യും, നാളെ രാത്രി ക്ഷേത്രം അടച്ചിട്ട് പോകുമ്പോ ബ്രാഹ്മണരെടുത്ത് പറഞ്ഞ് ആ അമ്പലത്തിന്റെ മുറ്റത്തിൽ കുങ്കുമം വിതറി വെക്കാൻ പറഞ്ഞിട്ട്, എന്താ ഏതാന്നൊന്നും പറഞ്ഞില്ല, അടുത്ത ദിവസം വാ നിനക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഈ ചെരുപ്പ് കുറ്റി വരുന്നത്, ആ കുങ്കുമത്തിൽ ആരോ നിന്നിട്ട് കാലിന്റെ എന്താ പറയാ അടയാളം വെച്ചിട്ട് പോയതിന്റെ അതിനനുസരിച്ച് ആ ചെരുപ്പ് കുറ്റി ചെരുപ്പ് ഉണ്ടാക്കി. ഇപ്പോഴും ഇത് കഥ നടന്നിട്ട് ഇപ്പൊ നാട് മൊത്തം ചെരുപ്പ് കുറ്റികളാണ് അവിടെ എല്ലാവരും. ഇപ്പോ ഒരു വയസ്സായ ചെരുപ്പ് കുറ്റിയുടെ സ്വപ്നത്തിൽ ഇപ്പോഴും ഡേറ്റ് ഭഗവാൻ പറയാറുണ്ട്. 6 മാസം 1 കൊല്ലം കഴിയുമ്പോ ദൈവം പറയും എന്റെ ചെരുപ്പ് മാറ്റാനുള്ള സമയമായി. അപ്പൊ എന്ത് ചെയ്യും? ഈ ചെരുപ്പ് കുറ്റികളൊക്കെ വലിയ ഉത്സവമായിട്ട്, ഒരു വിചിത്രമായ ഉത്സവമാണ് അവിടെ. അന്ന് കോബ്ലേഴ്സ് എല്ലാം ആ പ്രദേശത്തുള്ള സർവത്ര ചെരുപ്പ് കുറ്റികൾ ഒരുമിച്ച് കൂടും. വലിയ ഉത്സവം പോലെ പാട്ടുപാടി കീർത്തനമൊക്കെ ചെയ്ത് മുറ്റത്തിൽ എന്ത് ചെയ്യും? കുങ്കുമം വിതറി വെക്കും. കറക്റ്റ് ഇന്നും അടുത്ത ദിവസം രാവിലെ വരുമ്പോ അവിടെ എന്തുണ്ടാവും? 2 കാൽപാദം ഉണ്ടാവും. അതിന്റെ മെഷർമെന്റിൽ അടുത്ത ചെരുപ്പ് ചെയ്യും. ഇതിൽ അതിശയം എന്താണെന്ന് വെച്ചാല് ഈ സൈസ് ചെറുതായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ചെറിയ ഡിഫറൻസ് അങ്ങോട്ടും. അതുകൊണ്ട് അതേ ചെരുപ്പ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓരോ ഉത്സവം 3 മാസം കഴിയുമ്പോൾ 6 മാസം, ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞായിരിക്കും സ്വപ്നം വരുന്നത്, ചിലപ്പോൾ 8 മാസം കഴിഞ്ഞായിരിക്കും സ്വപ്നം വരുന്നത്. അങ്ങനെ ഇന്നും വലിയ ഉത്സവമായിട്ട്. അപ്പൊ ഇതൊക്കെ ആത്മീയതയൊക്കെ നമ്മൾ പറയുമ്പോൾ എത്രയോ പേര് ഇതിനെയൊക്കെ അന്ധവിശ്വാസമാണ്, ഇല്ല എന്നൊക്കെ തള്ളിക്കളയാറുണ്ട്. പക്ഷെ ഇന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് അനുഭവിക്കാവുന്നതാണ്. ആ ഉത്സവം വരുന്ന ദിവസം നമുക്ക് ചെന്ന് താമസിക്കാം, ആ പർട്ടിക്കുലർ ഡേയിൽ അടുത്ത ദിവസം നമ്മളോട് പോയി കാണാം, അവിടെ കാൽപാദം ആ ചിഹ്നം ഉണ്ടാവും. അതനുസരിച്ച് പുതിയ ചെരുപ്പ്. ഇന്നും ആ ഉത്സവം തുടർന്ന് നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മളെ ചുറ്റും ഇതെല്ലാം സത്യമാണ്. പക്ഷെ ആ എടുക്കുന്ന തീരുമാനം, ദൈവത്തിനെ വിശ്വസിച്ച് ഈ രീതിയിൽ ഞാൻ പോകുമെന്ന് ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഈസി ആയിട്ട്. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ജയ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ Krishna Krishna Hare 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 Ram Ram Hare 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 Krishna 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 Hare 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 Ram Ram Hare Hare സോ ലൈഫിൻ്റെ ഓരോ നിമിഷവും ഓരോ ക്ഷണവും നമ്മുടെ മുമ്പേ ഈ രണ്ട് തീരുമാനവും വരും. ഇമോഷണലായിട്ട് വികാരഭരിതരായിട്ടുള്ള തീരുമാനമെടുക്കണോ അല്ല ആധ്യാത്മികമായിട്ടുള്ള തീരുമാനമെടുക്കണോ? പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. ശാരീരികമായ പ്രശ്നങ്ങൾ, അസുഖം, അസ്വസ്ഥത, മാനസികമായ വിഷമം, മറ്റുള്ളവരുടെ പ്രവർത്തനവും വാക്കുകൾ കൊണ്ടുണ്ടായ വേദന, ഇങ്ങനെ നിമിഷം തോറും നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണ ഘട്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഓരോ സെക്കൻഡും നമുക്ക് തീരുമാനമെടുക്കാം. വികാരഭരിതരായിട്ടുള്ള തീരുമാനമാണോ എടുക്കേണ്ടത് അല്ല ആധ്യാത്മികമായിട്ട്? ഓരോ സെക്കൻഡും ഈ ആധ്യാത്മികമായിട്ട് എടുത്തിട്ട് പോകുന്നവർ കുറച്ച് കഴിയുമ്പോൾ ഉള്ളുകൊണ്ട് വലിയ തൃപ്തരായിരിക്കും. പരാജയം വരും, തോറ്റു പോകരുത്. അതിന് സാങ്കല്പികമായിട്ട് ഈ പാശ്ചാത്യ ശാസ്ത്രങ്ങളിൽ ഫീനിക്സ് എന്നൊരു പറവയെ പറയാറുണ്ട്. മലയാളത്തിൽ എന്ത് പറയുമെന്ന് അറിയില്ല. കേട്ടിട്ടുണ്ടോ പക്ഷി? ഫീനിക്സ് മലയാളത്തിൽ എന്ത് പറയും? മലയാളത്തിൽ ഫീനിക്സ്. അതായത് ഇതൊരു സാങ്കല്പിക കഥാപക്ഷിയാണ്. ഉപനിഷത്തില് ഇതിനെ ചിതയിലിരുന്ന് ഉയർത്തെഴുന്ന പക്ഷി എന്നാ പറയാം. സീത എന്നൊരു വാക്കുണ്ട്. സീതാദേവിക്കും ആ പേര് വരാൻ കാരണം സീതാദേവി എതിൽ നിന്ന് വന്നു? ആഷസ്, മണ്ണിൻ്റെ അടിയിലിരുന്ന് ചിതയിലിരുന്ന് ഉണ്ടായത് കൊണ്ടാണ് ദേവിക്ക് സീത എന്ന പേര്. ഈ പക്ഷിക്കും ശാസ്ത്രത്തില് സീത എന്നാണ് പേര്. ചിതയിലിരുന്ന് ഉണ്ടാകുന്ന പക്ഷി. കാരണം എത്ര പ്രാവശ്യം ഇതിനെ കൊന്നാലും തീയിനകത്തിട്ടാലും ഭയങ്കരമായ ഒരു പുതിയ ഉജ്ജ്വലതയോടെ ഈ പക്ഷി ഉയർത്തെഴുന്നു വരികയും നേരത്തെ 100 അടി ഉയരത്തി പറക്കുമെങ്കിൽ വീണ്ടും 1000 അടി ഉയരത്തി പറക്കും. പിന്നെ അടുത്ത പ്രാവശ്യം കൊന്നു കഴിഞ്ഞാൽ അതിനേക്കാളും ഉയരെ. ഓരോ പരീക്ഷണ ദുഃഖം വരുമ്പോഴും അത് തിരിച്ചു വരുന്നത് 2 ഇരട്ടിയായിട്ടാണ്. അപ്പൊ ഈ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ എന്ന് പറയുന്നത് നമ്മളെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്. ഇപ്പോ ഒരു പ്രയാസം, ഒരു ദുഃഖം വരുമ്പോഴാണ്, ഒരു പ്രശ്നം വരുമ്പോഴാണ് ശരിക്കും നമ്മൾ ഒരു മനുഷ്യനായി മാറുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. പണത്തിന്റെ മീതെ പണം കിട്ടിക്കൊണ്ടേ ഇരുന്നു എന്നിരിക്കട്ടെ, അവനിൽ എളിമത്വം ഉണ്ടാവുമോ അഹങ്കാരം ഉണ്ടാകുമോ? എന്തുണ്ടാകും? അവൻ തൊടുന്നതെല്ലാം പൊന്നാകും. എന്ത് ബിസിനസ് തുടങ്ങാനും സക്സസ്ഫുൾ. എന്ത് ചെയ്താലും 1000 വന്നു, പിന്നെ 10000 വന്നു, ലക്ഷം വന്നു, കോടികൾ വന്നു, ഇങ്ങനെ പണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അവന്റെ സ്വഭാവത്തിൽ എളിമയുണ്ടാവുമോ അഹങ്കാരം ഉണ്ടാവുമോ? അഹങ്കാരം. കാരണം നന്മകൾ ഒരു മനുഷ്യനെ നന്നാക്കുന്നില്ല, വേദനയാണ് പലപ്പോഴും ഒരു മനുഷ്യനെ നന്നാക്കുന്നത്. റൈറ്റ്? റിലേഷൻഷിപ്പിന്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ ഒരു ഹേർട്ടിങ്ങും പ്രയാസം വരുമ്പോൾ ആ റിലേഷൻഷിപ്പ് പ്രോപ്പറായിട്ട് പോകും. അല്ലെങ്കിൽ കുറെ കാലം പോവില്ല. ഒന്നും വേണ്ട, നമ്മളുടെ വയറ്റിന് ഒരു കുഴപ്പമില്ല, ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. തിന്നുന്നതിന് നിർത്തുന്നതിന് എന്തെങ്കിലും ബ്രേക്കും ബെല്ലും ഉണ്ടാകുമോ? ഒരു അസുഖമില്ല, തിന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ആലോചിച്ച് നോക്കണം, ഒരു ദിവസം തിന്നുന്നതെല്ലാം താഴെ പോയിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സൂക്ഷിച്ചൊക്കെ തിന്നോ വേണ്ടേ? വേണ്ട. റൈറ്റ്? ഒരു പേടി വരും. അപ്പോ നന്മകളാണോ ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അല്ല പ്രയാസവും പ്രശ്നങ്ങളാണോ ഒരാളെ നന്നാക്കുന്നത്? പലപ്പോഴും വേദനയാണ് ഒരാളെ നന്നാക്കുന്നത്. വേദന വരുമ്പോൾ മനുഷ്യൻ നന്മയുടെ അടുത്ത ഒരു പടിയിലോട്ട് പോകും. അടുത്ത വേദന വരുമ്പോൾ വീണ്ടും കൂടെ മെച്ചപ്പെടും. വേദനയെ ആഗ്രഹിക്കുന്നവർ, അതാണ് ഭാഗവതത്തിൽ കുന്തി മഹാറാണിയുടെ പ്രാർത്ഥന. ലോകത്തിൽ ഒരു സ്തുതിയും ഇതുപോലെ കാണത്തില്ല. ഏത് മതഗ്രന്ഥം, ഏത് ശാസ്ത്രം എടുത്താലും എല്ലാ സ്തുതി എങ്ങനെയായിരിക്കും? ദൈവമേ എൻ്റെ കുറുക്ക് വേദന മാറ്റി തരണേ, ദൈവമേ എൻ്റെ പല്ല് വേദന മാറ്റി തരണേ, ദൈവമേ നന്മ തരണേ. ഇത് മാത്രം. കുന്തി മഹാറാണി മാത്രമാണ് പ്രപഞ്ചത്തിലെ ഒരേ ഒരു വ്യക്തി എന്ത് പ്രാർത്ഥിച്ചത്? കൃഷ്ണ ദുഃഖം താ, വിപത്തുകൾ ശന്തുതശ, വിപത്തുകൾ വീണ്ടും വീണ്ടും എനിക്ക് താ.
പ്രയാസങ്ങളും പരീക്ഷണഘട്ടവും ദുഃഖവും എനിക്ക് വീണ്ടും വീണ്ടും താ. കാരണം ഓരോ ദുഃഖത്തിലും ഞാൻ ആരെ കാണുന്നു? നിന്നെ കാണും. നിന്റെ ദർശനം തരുമെന്ന് ഉറപ്പാണെങ്കിൽ ആ ദുഃഖത്തിനെ നേരിടാൻ തയ്യാറാണ്. കാരണം ദുഃഖമാണ്, പരീക്ഷണങ്ങളാണ്, വേദനയാണ് ഒരു മനുഷ്യനെ മെച്ചപ്പെടുത്തുന്നത്, അല്ലാതെ നന്മയല്ല. അതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചു തരുന്നതാണ് ദുഃഖം. ദുഃഖം വരുമ്പോൾ അടുത്ത ഒരു ഇതിൽ പോകും. അതിൽ ഉയരാൻ നമ്മൾ തയ്യാറാവണം. അത് എല്ലാ ജീവികളും അതുപോലെയാണ്. എന്താ, പാമ്പായിക്കോട്ടെ, ഈ ശവന്തിന്റെ കഴുകുകളായിക്കോട്ടെ, പിന്നെ ലോബ്സ്റ്റർ എന്നൊരു സാധനം ഉണ്ട്. അതിന്റെ മലയാളത്തിൽ എന്ത് പറയും? ലോബ്സ്റ്റർ. എല്ലാം പിടിച്ച് തിന്നൂല്ലേ? മലയാളത്തിൽ എന്ത് പറയും? ലോബ്സ്റ്റർ. മനസ്സിലായോ? അതന്നെ. പിന്നെ ഇങ്ങനെ പല പല ജീവികളുണ്ട്. ഇവർക്ക് ഈ പാമ്പ് എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ സമയം കഴിയുമ്പോൾ അതിന്റെ ചട്ടയില്ലേ, ചട്ട അങ്ങ് ടൈറ്റായി പിന്നെ പാമ്പിനെ വളരാൻ അനുവദിക്കില്ല. അതങ്ങ് മുരടിച്ചു പോകും. അപ്പൊ ഈ പാമ്പ് എന്ത് ചെയ്യും? ഭയങ്കര വേദനയാണ് അതിന്. അത് വേണമെന്ന് വെച്ച് സ്വയം ആ ചട്ട എന്ത് ചെയ്യും? ഉരിച്ചൊന്ന് ആലോചിച്ചോണം. തൊലിയൊക്കെ ഇളക്കി എടുക്കാന്ന് പറഞ്ഞു. അതിന് ശരിക്കും വേദനയാണ്. അതിന്റെ ചട്ടയെ ഉരിച്ചെടുത്തിട്ട് മാളത്തിൽ കയറിയിരിക്കും, വെളിയിൽ വരില്ല. കാരണം ആ സമയത്ത് ആർക്ക് വേണമെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യാം. അത് അകത്തിരുന്ന് അടുത്ത ചട്ട വളരുന്നവരെ കിടക്കും, വെളിയിൽ വരില്ല. ശവന്തിങ്ങി കഴുകുകളില്ലേ, ആ കഴുകിന്റെ ചിറക് വളരെ ടെൻഡർ ആയിട്ടിരുന്നാലേ പറക്കാൻ പറ്റുള്ളൂ. ഒരു പ്രായം കഴിയുമ്പോൾ അതെല്ലാം സ്റ്റിഫായിട്ട് പിന്നെ ഒന്നും ആവില്ല. അപ്പൊ ഈ ശവന്തിരി കഴുകി പാറകളുടെ ഇടയ്ക്ക് ചെന്നിട്ട് സ്വന്തം ചിറകിനെ കടിച്ച് പറിച്ച്, ചോരയൊക്കെ വരും, കടിച്ച് പറിച്ച് മാന്തി എറിഞ്ഞിട്ട് അതൊരു കോഴിയെ പോലെ ഇരിക്കും. കാരണം വെളിയിൽ വന്ന് ആരെയും കടിച്ചത്. അടുത്ത പുതിയ ചിറകുകൾ വളരുന്നവരെ അത് കാത്തിരിക്കും. അതെന്ത് ചെയ്യും? പുതിയ ചിറക് വന്നാൽ നേരത്തെ പറഞ്ഞതിനേക്കാൾ 100 അടി വീണ്ടും ഉയരെ പറക്കും. അതേപോലെ ഈ ലോബ്സ്റ്റർ എന്ത് ചെയ്യും? ഈ കൂട് ടൈറ്റ് ആയാൽ പിന്നെ അതിന് ജീവിക്കകത്ത് വളരാൻ പറ്റില്ല. ചെന്ന് പാറയിൽ ഇടിച്ച് വരച്ച് പൊട്ടിച്ച്, അത് സ്വയം പൊട്ടിച്ച് അതിനെ നശിപ്പിച്ച് കളഞ്ഞ് അടുത്ത ചട്ട വരാൻ. അപ്പൊ പ്രയാസം വരുമ്പോ ഒരിക്കലും വീണു പോകരുത്. അടിക്കും തോറും ഉയർന്നു വരുന്ന ഭക്തി വിനോട്ടാക്കുമ്പോൾ ജീവിതത്തിൽ ആൾക്കാർ താഴെ വീഴും, പാഴ്ചകൾ സംഭവിക്കും. വീണാൽ പാറക്കഷ്ണം പോലെ താഴെ കിടക്കരുത്, റബ്ബർ പന്ത് പോലെ വീണ്ടും ഉയർന്നു വരണം. ഓരോ പരീക്ഷണം പ്രഭുപാദർക്ക് വന്നപ്പോഴും 72ാമത്തെ വയസ്സിലായി ലോകം പടർന്ന് പന്തളിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനം. നമ്മളല്ല 72ാമത്തെ വയസ്സിൽ ചെരി കേൾക്കില്ല, കണ്ണ് മരണവും കാത്തു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. 72ാമത്തെ വയസ്സിൽ ലോകത്തിൽ ഇറങ്ങി പര്യടനം ചെയ്യാൻ ചെറുപ്പക്കാരെ അദ്ദേഹം ആകർഷിച്ചത്. വയസ്സന്മാർക്ക് ഒരിക്കലും ചെറുപ്പക്കാരെ ആകർഷിക്കാൻ പറ്റില്ല. വയസ്സന്മാർ വന്നാലും ചെറുപ്പക്കാരെ ഈ ഡയറക്റ്റ് തിരിഞ്ഞു പോകും. അതാണ് ഈ ലോക നിയതി. പക്ഷെ ഈ വയസ്സിന് 72ാമത്തെ വയസ്സായ ആ വ്യക്തി അവിടെ ചെന്നിട്ട് കാണിച്ച അത്ഭുതങ്ങൾ. 7 മാസമായി പ്രഭുപാദർക്ക് ഒരു അഡ്രസ്സും ഇല്ല. ആലോചിച്ച് നോക്കണം. ഒരു രാജ്യത്തിൽ അദ്ദേഹം പോയിരിക്കുകയാണ്, അമേരിക്ക. ഇതുവരെ അദ്ദേഹം പ്ലെയിൻ കയറിയിട്ടില്ല, കപ്പല് കയറി സമുദ്രം കടന്നിട്ടില്ല, വിദേശ പര്യടനം നടത്തിയിട്ടില്ല, വിദേശത്തിൽ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരും ഇല്ല, ഒരു ഇൻഫർമേഷൻ ഇല്ല, കയ്യിൽ കാശില്ല, അവിടെ എങ്ങനെ ഉണ്ടോ ഒന്നുമേ അറിഞ്ഞൂടാ. നമ്മൾ പരിചയമുള്ള സ്ഥലത്തിൽ പോണെങ്കിൽ പോലും സുഹൃത്തുക്കളെ വിളിച്ച് റൂം ബുക്ക് ചെയ്ത് വെച്ച്, ഞാൻ എയർപോർട്ടിൽ വരുമ്പോൾ നീ കാണുമല്ലേ, എനിക്ക് ഒറ്റയ്ക്ക് ആക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് റോഡ് കടന്ന് അപ്പുറത്ത് മുളക് വാങ്ങിക്കാൻ പോണെങ്കിൽ കൂട്ടിന് വാങ്ങി വിളിച്ചോണ്ട് പോകുന്ന ആൾക്കാരാണ്. പ്രഭുപാദരെ യാത്ര അയക്കാൻ പോലും ആരും പോകുന്നില്ല. അവസാനം അദ്ദേഹത്തിന്റെ മകന്റെ അടുത്ത് അദ്ദേഹം യാചിച്ചു, എനിക്ക് കുറെ പെട്ടികളുണ്ട്, ഒരു ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, നീ വന്ന് എന്നെ കപ്പലിൽ ബംഗാൾ കൽക്കട്ടയില് ഡോക്കിൽ വന്ന് 3ാമത്തെ മകൻ ശപിച്ചിട്ടാണ് അച്ഛനെ വന്നായി. യാത്ര അയക്കാൻ ആരുമില്ല. അമേരിക്കയിൽ പോയി ആരുമില്ല പരിചയക്കാർ. അവിടെ ചെന്നു 7 മാസം കഷ്ടപ്പെട്ടു. പ്രഭുപാദന് ഒരു അഡ്രസ് ആയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മൈക്കൽ എന്ന് പറഞ്ഞിട്ട്. മൈക്കലിനെ വിളിച്ച് പറഞ്ഞു, പ്രഭുപാദ്, മൈക്കൽ, എങ്ങനെയെങ്കിലും നീ എനിക്കൊരു അഡ്രസ്സ് നോക്കിത്തരണം. അപ്പൊ അദ്ദേഹം പറഞ്ഞ, സ്വാമിജി ഞാൻ നോക്കിത്തരാം. രാവിലെ പത്രം എടുത്ത് വെച്ചിട്ട് അദ്ദേഹം എവിടെയെല്ലാം റൂം വേക്കൻറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ഫോൺ ഫിക്സ് ചെയ്തു. ഈ മൈക്കൽ അബദ്ധത്തിന് അദ്ദേഹം ഹാരി എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനെയും കൂടെ, ഒറ്റയ്ക്ക് പോകണ്ടെന്ന് ഫ്രണ്ടിനെയും കൂടെ വിളിച്ചുകൊണ്ടു. പ്രഭുപാദർ അവിടെ പോയി സ്ഥലം കാണാനായിട്ട് ഒരു പഴയ ഗോഡം, ഒരു കാശിന് കൊല്ലാത്ത ഒരു പഴയ ഡഞ്ചൻ ഗോഡം. പ്രഭുപാദർ കയറി നോക്കി, ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിന്റെ ഓണർ വന്നു. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ആരാ, എവിടെ നിന്നാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇന്റർനാഷണൽ സൊസൈറ്റിയിൽ നിന്ന് വരാം, ആകെ മെമ്പർ ഒരാൾ. പ്രഭുപാദർ ഇന്ന് പരിചയപ്പെട്ടവർ 2 പേര് ഫ്രണ്ടിൽ. ആര്? ഒരു മൈക്കലും ഒരു ഹാരി. പ്രഭുപാദർ പറയാണ്, അന്താരാഷ്ട്ര പ്രസ്ഥാനത്തിൽ നിന്നാണ് ഒരു മെമ്പർ. അപ്പൊ അയാൾ വിചാരിച്ചു വലിയ പ്രസ്ഥാനമായിരിക്കും. നിങ്ങൾ എത്ര മെമ്പേഴ്സ് ഉണ്ട്? പ്രഭുപാദർ പറഞ്ഞു 3 മെമ്പർ.
അപ്പൊ ഇവർക്ക് എല്ലാവർക്കും അതിശയം. ഈ മൈക്കിളിന് വരെ അതിശയം. കാരണം സ്വാമിജിയെ രണ്ടാമത്തെ തവണ ജീവിതത്തിൽ കാണും, സെക്കൻഡ് ടൈം. 3 മെമ്പേഴ്സ്. അപ്പൊ ഈ മൈക്കിളിന് എല്ലാവരും അതിശയം. ആരൊക്കെയാ 3 മെമ്പർ? സ്വാമിജി പറഞ്ഞു, ഞാൻ, ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആദ്യമായിട്ടാണ് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് സ്വാമിജി ആരെന്നേ അറിഞ്ഞൂടാ. ഞങ്ങൾ 3 പേരും കൂടെ ഇന്റർനെറ്റ്. അയാൾ പറഞ്ഞു, ശരി, എത്രയാ വാടക? $100 മാസം. അപ്പൊ പ്രഭുപാദ് പറയാ, ഞങ്ങള് അന്താരാഷ്ട്ര പ്രസ്ഥാനമാണ്, ഞാൻ മാസം $20 ഇടും, മൈക്കിൾ $20 ഇടും, അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ഹാരി $20. അവരിങ്ങനെ ഷോക്കായിരിക്കണം, സ്വാമിജിയുടെ കൂടെ വന്നത് അബദ്ധമായില്ല. അദ്ദേഹം 20. ലാൻഡ് ലോർഡിന്റെ അടുത്ത് പറയാണ്, അടുത്ത മാസം തൊട്ട് നിങ്ങൾ $20 ഇടും, 80 നമുക്ക് തീർത്ത് കളയാം. പ്രഭുപാദ് പറഞ്ഞിട്ട് അകത്ത് കയറി പോയിട്ട് മൈക്കിളിന്റെ അടുത്ത് പറയാൻ, ഇതൊക്കെ ക്ലീൻ ചെയ്യണം, ഇവിടെ ബെഞ്ച് ഇടണം. ആ ലാൻഡ് ലോർഡ് എന്ത് സംഭവിച്ചു എന്നേ അറിയാതെ അങ്ങനെ സ്തംഭിച്ചിരിക്കുകയാണ്. പിന്നീട് ആ ലാൻഡ് ലോർഡ് പറഞ്ഞു, ആ സ്വാമിജി, നിങ്ങളുടെ സ്വാമിജി വന്ന് സംസാരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു തേജസ്, ആ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഒരു റേഡിയൻസ്, എനിക്കറിയില്ല നിങ്ങളിൽ എത്ര പേര് ഇത്തരം സന്യാസികളെ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. കയ്യിൽ എണ്ണാവുന്ന ചിലരെ അവരടുത്ത് പോയി നമുക്ക് നിൽക്കാൻ പറ്റില്ല. നന്മയുടെ അത്രയ്ക്കും പ്യൂരിറ്റി, അത്രയ്ക്കും നന്മയുടെ ഉന്നത അവസ്ഥയിൽ അവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശം, റേഡിയൻസ് ഉണ്ടല്ലോ. എത്ര വലിയ ആളാണെങ്കിലും നമ്മൾ അവരുടെ മുമ്പേ വെറും ഒരു ചെറിയ എലി പോലായിപ്പോ. ആ ലാൻഡ് ലോർഡ് പറഞ്ഞ, നിങ്ങളുടെ സ്വാമിജിക്ക് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. പിന്നെയാണ് ഞാൻ മനസ്സിലായത്, ആ കച്ചവടത്തിൽ ഞാൻ വലിയ മണ്ടനായി പോയെന്ന്. ആ സമയത്ത് മനസ്സിലായി. ഇദ്ദേഹം തലയാട്ടുകയും ചെയ്തു, ഞാൻ $20 ഇടാം. ലാൻഡ് ലോർഡ്, അങ്ങനെ ഏതെങ്കിലും ലാൻഡ് ലോർഡിനെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം $80 തീർത്തു. ഈ മൈക്കിളിന് എന്ത് സംഭവിച്ചെന്ന് ഒന്നും മനസ്സിലായില്ല. പിന്നെ ആ ഷെഡിൽ ഇലക്ട്രിസിറ്റി ഇല്ല. പ്രഭുപാദ് പറഞ്ഞു, ഇലക്ട്രിസിറ്റി ഇല്ലാതെ എങ്ങനെ പ്രോഗ്രാം നടത്തും? അത് വേറെ ഒന്നല്ല, നിങ്ങൾ ഇവിടെ നിന്ന് എത്രയോ ദൂരം നടന്ന് അവിടെ ഇലക്ട്രിസിറ്റി ഓഫീസ് ഉണ്ട്, അവിടെ കണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്ത് എല്ലാം ചെയ്താൽ ക്ലിയർ ആവും. അപ്പൊ മൈക്കിളിനെ പറഞ്ഞു വിട്ടു. മൈക്കിൾ എടുത്ത് പ്രഭുപാദ് പറഞ്ഞു വിട്ട, അതൊരു ഭയങ്കര അമേരിക്കൻ ഇലക്ട്രിസിറ്റി ചീഫ് ഓഫീസറിനെ കണ്ടിട്ട് പറയണം, ഞങ്ങളൊരു അന്താരാഷ്ട്ര സാമൂഹിക പ്രവർത്തനം, ചാരിറ്റബിൾ സൊസൈറ്റിയാണ്, ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് തരാം. മൈക്കിൾ വിചാരിച്ചു, എനിക്ക് അടി കിട്ടണ എല്ലാ ലക്ഷണവും. അദ്ദേഹം അവിടെ ചെന്നു. അയാൾ ശരിക്കും വഴക്ക് പറഞ്ഞു വിട്ടു. കാരണം അയാൾ ചോദിച്ചു, നിങ്ങൾ ഇന്റർനാഷണൽ, ഓക്കെ, അതിന്റെ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ മൊത്തം എത്ര പേരാണ്? 5 മിനിറ്റ് 3 മെമ്പേഴ്സ് ആയിട്ട് ഇപ്പൊ ഞങ്ങൾ 4 മെമ്പേഴ്സ്. ശരി, അതിനെന്തെങ്കിലും ഡോക്യുമെന്റ് എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തതോ സർക്കാരുമായിട്ട് എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഓഫീസർ ഇനി പറയാ ഒന്നുമില്ല. മൈക്കിളിനെ പച്ചയ്ക്ക് പറഞ്ഞ് അങ്ങ് ഇറക്കി വിട്ടു. ഇദ്ദേഹം തിരിച്ചു. പ്രഭുപാദ് ചോദിച്ചു, എന്തായി? അല്ല, അദ്ദേഹം സമ്മതിച്ചില്ല. ഇദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പ്രഭുപാദ് ദേഷ്യത്തില് ഇറങ്ങി നടന്നുപോയി. ആ ഓഫീസ് എവിടെ കാണിച്ചതാന്ന് പറഞ്ഞ് ഇറങ്ങി നടന്നുപോയി. ഈ മൈക്കിളും കൂടെ പോയി. അവിടെ ചെന്നിട്ട് ഇദ്ദേഹം ഓഫീസിന്റെ അകത്ത് കയറിയില്ല. ഇനി ഒരിക്കൽ കൂടെ കയറാനുള്ള ധൈര്യമില്ല. അദ്ദേഹം വെളിയിലിരുന്നു. പ്രഭുപാദർ അകത്ത് കയറിപ്പോയി. 20 മിനിറ്റ് കഴിഞ്ഞ് പ്രഭുപാദ് സ്വാമികൾ വെളിയിൽ വന്ന് മൈക്കിൾ അടുത്ത് പറഞ്ഞു, അവരനുവദിച്ചു, വാ പോവാ. ഹി ഗോട്ട് ഇറ്റ് ഫ്രീ. അമേരിക്കയിൽ ചെന്ന് ഫസ്റ്റ് ഒരു പരിചയം ഇല്ലാതെ ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് വാങ്ങിച്ചോണ്ടുള്ളത്. അതാണ് ദ ഫേമസ് 26 സെക്കൻഡ് അവന്യൂ, ഇസ്കോന്റെ ആദ്യത്തെ കേന്ദ്രം. ലീലാമർ പ്രഭുപാദന്റെ പുസ്തകത്തിലൊക്കെ വായിക്കാൻ പറ്റും. 26 സെക്കൻഡ് ഫ്രീ ആയിട്ട് പ്രഭുപാദർ എഴുതി വാങ്ങിച്ചോളൂ. ഒരു ഇതില്ല. The will power. നീ എന്നെ എത്ര അടിക്കോ അത്രയ്ക്കും ഞാൻ ഉയർന്നു വരും എന്ന് പൊങ്ങി വരും. ഇങ്ങനെ ആ ഒരു വിൽ പവർ നേടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ആ റൈറ്റ് ചോയ്സ് എപ്പോഴും വരും. തളർന്നു പോകാൻ 1000 അവസരങ്ങൾ ഉണ്ടാവും, പക്ഷെ ഒരു റീസൺ ഉണ്ടാവും ഉയർത്തെഴുന്നു വരാൻ. അതിനെ പിടിച്ച് മുന്നോട്ട് വന്നാൽ ആധ്യാത്മികമായ ഭയങ്കര അനുഗ്രഹവും ശക്തിയും ഉണ്ടാവും. അവർ ആചാര്യന്മാരായി മാറിത്തീരും. സാധാരണക്കാരൻ, അയ്യോ നാളെയും പോണം, അയ്യ, ഇങ്ങനെ അവൻ മേലെ വരേയില്ല, അങ്ങനെ കിടക്കും. ഈ ചോയ്സ് എടുക്കുന്നതിൽ അങ്ങനെ ഡിറ്റർമൈൻ ചെയ്ത് ഓരോ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ചെന്നിട്ട് പറയാണ്, ഈ ഗീതാ ജയന്തിക്ക് ഞങ്ങൾ 100 ബുക്ക് വിറ്റു. ഇതുവരെ ഒരു ദിവസം പോലും ഞങ്ങളെ ഗുരു പറഞ്ഞിട്ടില്ല, നല്ല കുട്ടി, ഇഷ്ടപ്പെട്ടു, വെരി ഗുഡ്, വീട്ടിൽ പോയിരുന്നു. വെരി ഗുഡ്, 100 കൊടുത്താ എന്നാൽ 200 അടുത്ത പ്രാവശ്യം കൊടുക്കും. ഇങ്ങനെ കൂട്ടി വെച്ചതേ ഉള്ളൂ. ഒരിക്കലും തോറ്റു കൊടുക്കാത്ത. അതായത് നമ്മുടെ ഇതില് വൃന്ദാവന ഭജനയിൽ നല്ല ഒരു പാട്ടുണ്ട്. ഒരു ഭക്തനുണ്ടായിരുന്നു, ഒരു തോണി തുഴയുന്ന ആൾ. ഒരു സാധാരണ യമുന നദിയില് ഇപ്പുറത്തുള്ളവരെല്ലാം അപ്പുറത്ത് കൊണ്ടുപോയി കടത്തി വിടുന്ന ഒരു സാധാരണ വഞ്ചിക്കാരൻ. പക്ഷെ ഭഗവാനെ നിത്യം കണ്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ കേട്ട് പരമഭക്തനാ. എങ്ങനെയെങ്കിലും ഒന്ന് ഭഗവാന്റെ പാദം പിടിക്കണമെന്നായ ഭയങ്കര ആഗ്രഹം. പക്ഷെ ഭഗവാന്റെ അടുത്ത്, ദൈവത്തിൽ, കൃഷ്ണന്റെ അടുത്ത് അത്ര എളുപ്പത്തിൽ സാധാരണക്കാർക്ക് പോകാൻ പറ്റൂല.
കാരണം പരിശുദ്ധനായി പരമനായ എന്താ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജംബും, അത്രയും പവിത്രമായ ഈശ്വരന്റെ അടുത്ത് സാധാരണക്കാർക്ക് നമ്മൾ നേരെ പല്ല് തേക്കില്ല, അതിലൊന്നുമില്ല, ഇത് വിടണം പറയാ ഒന്നും പറ്റാത്ത സാധാരണക്കാരാണ്. നമുക്ക് ദൈവത്തിന്റെ അടുത്ത് പോകാൻ പറ്റൂല. അങ്ങനെ സാധാരണക്കാരന് ദൈവത്തിന്റെ അടുത്ത് പോകണമെങ്കിൽ ഇതുപോലെ സത്സംഗത്തിൽ വരണം. ഈ തോണിക്കാരന് ഒരു ആഗ്രഹം. എന്താണ് ആഗ്രഹം? എങ്ങനെയെങ്കിലും ഭഗവാന്റെ കാല് പിടിക്കണം. പക്ഷെ ഭഗവാൻ എവിടെ പോയാലും എന്താ പറയാ, സന്തത സഹചാരികളായ ഭക്തന്മാരുടെ സമൂഹത്തിൽ ഒരിക്കലും കൃഷ്ണനെ ഒറ്റയ്ക്ക് കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കാല് പിടിക്കണമെന്ന് ആഗ്രഹം. ഇങ്ങനെ ധ്യാനിച്ച് എന്നാ കൃഷ്ണ നിങ്ങളുടെ അങ്ങയുടെ കാല് എന്ന് സ്പർശിക്കാൻ പറ്റും, തൃപ്പാദങ്ങളിൽ എന്ന് ശരണം പ്രാപിക്കാൻ പറ്റും എന്ന് നിരന്തരം കരഞ്ഞ് 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 ഈ വള്ളക്കാരൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം അനുസരിച്ച് ഒരു ദിവസം ഭഗവാൻ യമുന നദിയിൽ വന്നു. നോക്കിയപ്പോ ആരുമില്ല, കൃഷ്ണ മാത്രം. ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും കാല് പിടിക്കണം, ഇതാണ് എന്റെ എങ്ങനെയെങ്കിലും ആ കാലിനെ കയറി പിടി, കാല് സ്പർശിച്ചേ പറ്റും. അദ്ദേഹം മനസ്സിൽ തീരുമാനിച്ചു. ഭഗവാനും അവിടെ വന്നിട്ട് ചോദിച്ചു, വള്ളക്കാരെ എന്നെ യമുന നദി കടത്തി അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പൊ വള്ളക്കാരൻ പറഞ്ഞു, ഭഗവാനെ കൃഷ്ണനെ യമുന നദി കൊണ്ടുപോകുന്ന എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഭഗവാനെ എനിക്ക് നല്ല വിശ്വാസമൊക്കെ തന്നെ, എല്ലാം ശരിയാണ്, പക്ഷെ അങ്ങയുടെ കാലില്ലേ അതിനെനിക്ക് വിശ്വാസമില്ല. അപ്പൊ ഭഗവാൻ ചോദിച്ചു, എന്റെ കാലിന് വിശ്വാസമില്ല, അതെന്താ നീ അങ്ങനെ പറയണേ? അല്ല, മുമ്പൊരിക്കലേ ഏതോ ഒരു സാധു രാജാവ് 3 അടി മണ്ണ് ചോദിച്ചപ്പോ ഒരു സ്റ്റെപ്പ് കൊണ്ട് താഴത്തെ, ഇനി ഒരു സ്റ്റെപ്പ് കൊണ്ട് മേലത്തെ കംപ്ലീറ്റ് അവസാനം ആ പാവ അവന്റെ തലയ്ക്ക് വെച്ച് ചവിട്ടി കൊടുത്തില്ലേ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, അത് വേറെ അവതാരത്തിലാണ്. ഞാൻ ഈ അവതാരത്തിൽ അമാനുഷ്യമായ കാര്യങ്ങൾ ഒന്നും ചെയ്യൂ, അത് ആ അവതാരത്തിൽ വന്നപ്പോഴാണ് ഇങ്ങനെ. അപ്പൊ ഞാൻ മനുഷ്യനായിട്ട് വന്ന അവതാരത്തിലൊന്നും അങ്ങനെയില്ല. അപ്പൊ വള്ളക്കാരൻ ചോദിച്ചു, അതെങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? രാമനായിട്ട് വന്നപ്പോ അങ്ങ് എന്താ ചെയ്തത്? എവിടെയോ പോയി ഒരു കല്ലിനെ ചവിട്ടിയപ്പോ അതിൽ നിന്ന് ഒരു പെണ്ണ് എണീറ്റ് വന്നു. ഇപ്പൊ ഈ ബോട്ടിൽ വല്ലതും ചവിട്ടി ഇവിടെ നിന്നൊക്കെ പെണ്ണുങ്ങൾ എനിക്ക് ഓൾറെഡി വീട്ടിൽ 1-2 ഉള്ളതാണ്, ആകെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അല്ല, കൃഷ്ണലീലയിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. വള്ളക്കാരൻ പറഞ്ഞു, എങ്ങനെ വിശ്വസിക്കും? ഒരു പാവം പാമ്പിന്റെ തലയിൽ കയറി ദിവസങ്ങളോളം ഡാൻസ് ചെയ്ത് അവസാനം ആ പാമ്പ് ചോരയൊക്കെ ഛർദ്ദിച്ചാക്കം ഇതായി. അതുകൊണ്ട് എനിക്ക് ഒരു വിശ്വാസം. അപ്പൊ ഭഗവാൻ ചോദിച്ചു വള്ളക്കാരൻ്റെ അടുത്ത്, ശരി ഞാൻ എന്ത് ചെയ്താൽ ഈ തോണിയിൽ കയറ്റും? അപ്പൊ വള്ളക്കാരൻ പറഞ്ഞു, കൃഷ്ണ എനിക്ക് അങ്ങേ പൂർണ്ണ വിശ്വാസമാണ്, പക്ഷെ ആരെ വിശ്വാസമില്ല? അങ്ങയുടെ പാദത്തിന് അത് കംപ്ലീറ്റ് കഴുകിയിട്ടേ ഞാൻ അകത്ത് വിടും. അപ്പൊ ഭഗവാൻ ഇത് അറിഞ്ഞൂടാതെയല്ല, പക്ഷെ ആ ഭക്തന്റെ അത്രയും തീവ്രമായ ആഗ്രഹം എങ്ങനെയെങ്കിലും ഭഗവാന്റെ പാദത്തിനെ സ്പർശിച്ചേ മതിയാവൂ എന്നുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ തീവ്രമായ ആഗ്രഹത്തിനെ ഭഗവാൻ വഴങ്ങി അദ്ദേഹത്തിന് സമ്മതിച്ചു. രാമായണത്തില് അംഗദന്റെ കഥ പറയുന്നുണ്ട്. ഈ അംഗദൻ മുഴുവൻ സൈന്യത്തിലും ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഈ അംഗദൻ. ആരുടെ മകനാ? ബാലിയുടെ മകൻ. അപ്പൊ എന്ത് സേവനം ശ്രീരാമചന്ദ്രമൂർത്തി അനൗൺസ് ചെയ്താലും അംഗദ ഫ്രണ്ടിൽ ഞാൻ ചെയ്യാം എന്ത് പറഞ്ഞാലും. ഹരേ കൃഷ്ണക്കാരുടെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ നാളെ അടുത്ത ആഴ്ച പോരെ, അംഗദൻ എന്ത് പറഞ്ഞു ഞാൻ ചെയ്യാം എന്ത് സേവനം പറഞ്ഞാലും ഫ്രണ്ടിൽ ഓടിക്കൊണ്ടുവരും. രാമായണം പറയുന്നു അംഗദന്റെ ആ ഒരു എന്തൂസിയാസത്തിന് എന്ത് പറയും മലയാളത്തില്? ഉത്സാഹം. ആ ഒരു ഉത്സാഹം, ചെയ്യണം ഈ ആർത്തി പൂണ്ട്. ഒരിക്കൽ ആചാര്യൻ പറഞ്ഞു, നാമജപം ചെയ്യുമ്പോൾ ആർത്തി പൂണ്ട് ഉന്മത്തരായി നൃത്തം വെച്ച് നാമം ജപിക്കണമെന്നാണ്. നാമം ജപിക്കുമ്പോ എത്ര ജപിച്ചാലും നമുക്ക് സമാധാനം വരാൻ പാടില്ല. ഇനിയും ചെയ്യണം ആർത്തി പൂണ്ട് ഉന്മത്തരായി നൃത്തം വെച്ചൊക്കെ ചെയ്യണം എന്നൊക്കെയാ പറയുന്നത്. അത്രയും സന്തോഷം. അംഗദൻ എന്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യാം എന്ന് പറയും. സുഗ്രീവൻ പറയും, പ്രഭു ഇവന്റെ അച്ഛന്റെ മരണത്തിന് ഞാനാ കാരണം. ഇനി ഇവനും കൂടെ പോയി എന്തെങ്കിലൊക്കെ ചെയ്താൽ ഈ ലോകം മുഴുവനും എന്നെ പഴിചൊല്ലും. അതുകൊണ്ട് എന്ത് ചെയ്തെങ്കിലും അംഗദന് ഒരു ദോഷവും വരാൻ പാടില്ല. അംഗദനെ സംരക്ഷിക്കേണ്ടത് എന്റെ കർത്തവ്യമാണ്. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറകൾ മുഴുവൻ എന്നെ പഴിചൊല്ലും. അതുകൊണ്ട് അംഗദന് റിസ്ക് ഉള്ള ഒന്നും കൊടുക്കരുത്. അതുകൊണ്ട് എന്ത് സേവനം അംഗദ ഫ്രണ്ട് ഞാൻ ചെയ്യാന്ന് വരുമ്പോ പ്രഭു പറയും, വേണ്ട അംഗദ, വേറെ ആരെങ്കിലും ചെയ്യട്ടെ. ഇത് കേൾക്കുമ്പോ അംഗദന് ഭയങ്കര സങ്കടം. അവസാനം ഒരു സേവനവും അംഗദന് കിട്ടാറില്ല. അംഗദന് സർവീസേ കിട്ടാറില്ല. അവസാനം ഇവര് പാലം പണിതു, സമുദ്രം കടന്നു, ലങ്കാ തീരത്തിലെത്തി. നാളെ രാവിലെ മഹായുദ്ധം തുടങ്ങാൻ പോകും. അപ്പൊ ശ്രീരാമചന്ദ്രമൂർത്തി വാനരന്മാരെ എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, എന്നാലും അവസാനത്തെ ഒരു സന്ദേശം,
ഇപ്പോഴും രാവണന് സമയം അതിക്രമിച്ചിട്ടില്ല. ഇപ്പോഴും സീതാദേവിയെ തിരിച്ചു ഏൽപ്പിച്ച് എന്റെ പക്കൽ വന്ന് മാപ്പ് ചോദിക്കുകയാണെങ്കിൽ രാവണനെ ഞാൻ ഉപദ്രവിക്കില്ല. ഇവിടെ ചോര പുഴയായി ഒഴുകില്ല, ജനങ്ങളെല്ലാം ശവങ്ങളായി മാറില്ല, ചെന്നായ്ക്കും കഴുകന്മാർക്കും സദ്യകൾ ഉണ്ടാവില്ല, ലങ്കയിൽ ശാന്തിയും സമാധാനം ഉണ്ടാവും. ഈ നിമിഷം, അവസാനത്തെ നിമിഷം വന്ന് എന്നെ ശരണം പ്രാപിച്ചാലും മതി. ലക്ഷ്മണൻ ചോദിച്ചു, എന്താ പ്രഭു, ഇത്രയും നമ്മൾ ബുദ്ധിമുട്ടി വന്നിട്ട് സീതാദേവിയെ രക്ഷിക്കാതെ ഇപ്പോഴും നിങ്ങൾ ഈ സത്വികത, ദയ, ഇതൊക്കെ നേരാണോ? രാമൻ പറഞ്ഞു, ലക്ഷ്മണ, അവസാനത്തെ ഒരു ചാൻസും നമ്മൾ രാവണന് കൊടുക്കണം. ഈ സന്ദേശം ആര് ചെന്ന് രാവണന്റെ അടുത്ത് പറയും? ആര് വന്ന് ഫ്രണ്ടില്? ഞാൻ ചെയ്യാം. സുഗ്രീവൻ പറഞ്ഞു, പ്രഭു ഇവനെ അയക്കരുത്, ഇവൻ അധിക പ്രസംഗിയാണ്, ഇവൻ എവിടെ എന്ത് സംസാരിക്കണം, എങ്ങനെ ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ ഇവനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നാളെ രാവണന്റെ പ്രഭാത ഭക്ഷണമായി ബ്രേക്ക്ഫാസ്റ്റ് ആയി മാറിത്തീരും. രാവണൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ആരെങ്കിലും മെസ്സഞ്ചേഴ്സ് നല്ല മെസ്സേജ് കൊണ്ടുവന്നാൽ ഗിഫ്റ്റ് കൊടുത്തുവിടും. രാവണന് ഇഷ്ടപ്പെടാത്ത മെസ്സേജ് ആണ് വരണമെങ്കിൽ അവർ എന്തായി മാറും? ബ്രേക്ക്ഫാസ്റ്റ് ആയി മാറും. ഈ അങ്കദൻ ചത്തുപോകും, ലോകം മുഴുവൻ എന്നെ പഴിചൊല്ലും, പ്രഭു ഇവനെ അയക്കരുത്, ഇവൻ അധിക പ്രസംഗിയ, എന്ത് സംസാരിക്കുന്നു എന്ന് ഒന്നും അറിയാൻ പാടില്ല. ശ്രീരാമചന്ദ്രമൂർത്തി അങ്കദനെ വിളിച്ച് ഹൃദയത്തോട് ചേർത്ത് ആലിംഗനം ചെയ്ത് പറഞ്ഞു, അങ്കദ നീ പോയി പറ ഈ സേവനം. നീ അങ്കദന് ഉണ്ടായ സന്തോഷം, വാലെടുത്ത് തലയിൽ അടിക്കാൻ തുടങ്ങി, വാലിനെ കടിക്കാൻ തുടങ്ങി, അട്ടഹസിക്കാൻ തുള്ളി മറഞ്ഞ് തലകുത്തനെ മരത്തിച്ച സന്തോഷം തലയ്ക്ക് പിടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. വാൽമീകി മഹർഷി രാമായണത്തിൽ ഇത് അങ്കദ നേരെ രാവണന്റെ എവിടെ സന്തോഷത്തോടെ മരണത്തിന് നോക്കി പോവാണ്. ഇത്രയും സന്തോഷത്തോടെ രാവണന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് അവിടെ തിരശീലകളും ജനാലകളെയും പിടിച്ച് തൂങ്ങിക്കൊണ്ട് പറയാം, ഹേ ലങ്കേശ്വര രാവണ, ഞാൻ ആ ഡാൻസ് ഒക്കെ ആടിക്കൊണ്ട് ഞാൻ രാവണന്റെ സന്ദേശവുമായിട്ട് വന്നിരിക്കുന്നു. ഇപ്പോഴും സമയം അതിക്രമിച്ചിട്ടില്ല. സീതാദേവിയെ തിരിച്ച് രാമന്റെ പക്കൽ അയച്ച് ശ്രീരാമന്റെ തൃപ്പാദത്തിൽ നിന്ന് ശരണം പ്രാപിക്കുകയാണെങ്കിൽ ഇവിടെ ചോര നദിയായി ഒഴുകില്ല. രാവണ, നിന്റെ കുടുംബം സന്തോഷമായിരിക്കും. രാവണൻ എല്ലാം കേട്ട് അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യാം. ഒരു ചെറിയ പാറ്റ പോലത്തെ സാധനം ജനലിൽ കൂടെ ചാടിക്കൊണ്ട് പിടിച്ച് കെട്ടി വെക്കാം. അതിലെന്ത് രക്ഷപ്പെട്ട് അങ്കദന് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. രാക്ഷസന്മാരുടെ തോളിൽ ചാടുന്നു, തലയിൽ ചാടുന്നു, ആരുടെയോ ചെവി കടിക്കുന്നു, ആരുടെ തലയിൽ മൂത്രമൊഴിച്ചു വെക്കുന്നു, തിരശീലകളെല്ലാം വലിച്ചിരുന്നു, വിളക്ക് പിടിച്ചത് ഊഞ്ഞാലാടുന്നു. അതിന് സന്തോഷം കൊണ്ട് ഉന്മത്തനായി ഞാൻ രാമന്റെ സർവീസ് എനിക്ക് കിട്ടിയേ, സേവനം കിട്ടിയെന്ന് ആടി പാടി തിരിച്ചു ചെന്നു. രാമൻ, ഞാൻ എല്ലാം പറഞ്ഞു രാവണന്റെ അടുത്ത്. ശ്രീരാമചന്ദ്രമൂർത്തി സന്തോഷം കൊണ്ട് അങ്കദനെ ഹൃദയത്തോട് ചേർത്ത് ആലിംഗനം ചെയ്ത് കണ്ണീര് കൊണ്ട് അഭിഷേകം ചെയ്തു അത്ര. വാൽമീകി മഹർഷി പറയാ, അങ്കദൻ ആ സേവനം ചെയ്യാൻ ഒരു യോഗ്യതയില്ല, എന്നിട്ട് ആ സേവനം എങ്ങനെ കിട്ടി? ഉത്സാഹം കൊണ്ട്, ചെയ്യണം എന്നുള്ളത് കൊണ്ട്. അപ്പൊ അവിടെ ഭഗവത് കൃപ, ആർക്കെങ്കിലും അത് റൈറ്റ് ഡെസിഷൻ, ശരിയായ കാര്യം ചെയ്യണം എന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈശ്വരന്റെ കൃപ മഴയായി ചൊരിയും എന്നാ പറയും. പ്രഭുപാദരുടെയും ആഗ്രഹം അതായിരുന്നു. ഏതെല്ലാം രാജ്യങ്ങളിലോ എവിടെയൊക്കെ ഒരു പരിചയമില്ലാതെ ഭയങ്കര പ്രയാസങ്ങൾ, അതെല്ലാം പ്രഭുപാദർ അതിജീവിച്ച് ഇന്ന് 500-600 ക്ഷേത്രങ്ങളും 1000-ൽ പരം ശാഖകളും ലക്ഷക്കണക്കിന് അനുയായികളുമായ ഈ ഒരു വലിയ പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റി. 72 വയസ്സ് വൃദ്ധന്റെ ഹൃദയത്തിനകത്ത് ആളിക്കത്തുന്ന ആഗ്രഹം. ആധ്യാത്മിക ഭാഗവതത്തിൽ പറയുന്നു, ഇത് മാത്രമാണ് ഒരു ആധ്യാത്മിക വ്യക്തിയുടെ മുതൽക്കൂട്ട്. ഡിസയർ മാത്രം, ബേണിംഗ് ഡിസയർ. എപ്പോഴും റൈറ്റ് ഡെസിഷൻ എടുക്കണം, റൈറ്റ് ചോയ്സ് എടുക്കണം, ഏത് സമയത്തും ഈ രീതിയിലേ ഞാൻ പോകുമെന്നൊരു ആളിക്കത്തുന്ന ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ ക്രമേണ ഈ പ്രപഞ്ചങ്ങളെല്ലാം അതിന് അടിയറ വയ്ക്കും. ശ്രീമദ് ഭാഗവതത്തിൽ ധ്രുവന്റെ കാര്യം പറയും. 5 വയസ്സ് കുട്ടി തപസ്യ ചെയ്തപ്പോൾ ഈ പ്രപഞ്ചങ്ങൾ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് വേണ്ടി അടിയറ വെച്ച് വഴങ്ങിത്തന്നു. 24 കണികങ്ങളും ത്രിലോകങ്ങളും അവർക്ക് വേണ്ടി മാറിത്തരുന്നു. അത്രയും ആ ഒരു തീവ്രമായ ഡിസൈർ, അത് മാത്രമുണ്ടെങ്കിൽ മതി ഒരു വ്യക്തിക്ക് ആധ്യാത്മിക ജീവിതത്തിൽ വളരെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിലും ഇത് വന്നുകൊണ്ടേയിരിക്കും. ഇമോഷണൽ, വികാരഭരിതരായ തീരുമാനം എടുക്കണോ, അല്ല ആധ്യാത്മികമായി എടുക്കണം? ആധ്യാത്മികമായി എടുക്കണം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നാൽ മതി. അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഒത്തുചേർന്ന് അവന് വേണ്ടി വഴങ്ങിത്തരും. പതിത പാവന സീതാരാ
पतित पावन सीताराम। रघुपति राघव राजा राम, पतित पावन सीताराम। रघुपति श्री राम जय जय राम, श्री राम जय जय राम। श्री राम जय जय राम, श्री राम जय जय राम। श्री राम जय जय राम, श्री राम जय जय राम। श्री राम जय जय राम, श्री राम जय जय राम। श्री राम जय जय राम, श्री राम जय जय राम। श्री राम जय जय राम, श्री राम जय जय राम। श्री राम जय जय राम, श्री राम जय जय राम। അപ്പോൾ ഒരു സാധാരണ ആത്മീകവാദിക്കും തീവ്രമായ ഒരു ആത്മീകവാദിക്കും ചെറിയ ഒരു വ്യത്യാസമേ ഉള്ളൂ. സാധാരണ ഒരു ആത്മീകവാദി ജീവിതത്തിൽ യാതൊരു വളർച്ചയ്ക്കുള്ള അടുത്ത ഒരു സ്റ്റെപ്പിൽ അദ്ദേഹം ഇറങ്ങിത്തിരിക്കാതെ ഉള്ള സാഹചര്യങ്ങളെ തന്നെ, അനുകൂലമായ സാഹചര്യങ്ങളെ മാത്രം വെച്ച് അതിനകത്ത് സുഖകരമായി ആത്മീകം നയിക്കുന്ന ഒരു വ്യക്തി. അതേ തീവ്രമായ ഒരു വ്യക്തി ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങളും നേരിടാനായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി അതിൽ വരുന്ന പ്രയാസങ്ങളെ എടുത്ത് അതിനെ ഒരു പാഠമാക്കി മാറ്റി അതിൽ വിജയിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. ഹരിദാസ് ഠാക്കൂറുടെ ജീവിതം എത്രയോ വലിയ ആധ്യാത്മിക വ്യക്തികളുടെ ചൈതന്യ ചരിതാമൃതത്തിൽ ഹരിദാസ് ഠാക്കൂറുടെ ഒരു ജീവിതമാണ്. നാമം ജപിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിനെ 21 മാർക്കറ്റിൽ വച്ച് അദ്ദേഹത്തിനെ ചാട്ടവാറ് കൊണ്ട് അടിച്ച് ശരീരത്തിൽ ഉള്ള തൊലി മൊത്തവും ഇളക്കി മരിക്കുന്നത് വരെയും അടിക്കണം എന്നാണ് അദ്ദേഹത്തിന് കിട്ടിയ പണിഷ്മെന്റ്. 21 മാർക്കറ്റിൽ വെച്ച് അദ്ദേഹം ഒരു മുഹമ്മദീയ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. അപ്പോൾ ഈ നിയമം പ്രഖ്യാപിച്ചതും അവിടുത്തെ നവാബ് ഹുസൈൻ ഷാ എന്ന് പറയുന്ന റൂളറാണ്. അപ്പൊ ഏത് സമയത്ത് വേണമെങ്കിലും ഹരിദാസ് ഠാക്കൂറിന് തീരുമാനമെടുക്കാമായിരുന്നു, ശരി എന്നാ ഞാൻ ജപം നിർത്തിക്കോളാം എന്ന്. ഇപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരു നിയമം വന്നാൽ ജപിച്ചു കഴിഞ്ഞാൽ ചാട്ടവാറിൽ ഒരു അടി കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഡെസിഷൻ എടുക്കും? ഒരടിയേ ഉള്ളൂ. ഇവിടെ ഒരാൾ വലിയ ചാട്ടയും വെച്ച് നിൽപ്പുണ്ട്, ജപിച്ച ഒരു അടി കിട്ടും. ഇപ്പൊ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കും? നമ്മൾ എന്ത് ചെയ്യും? വേണ്ടെങ്കിൽ വേണ്ട, ജപിക്കുന്നല്ലേ പ്രശ്നമുള്ളൂ, ഞാൻ നിർത്തിക്കോളാം. ഇല്ല, അല്ലെങ്കിലും സീക്രട്ട് ആയിട്ട് ഞാൻ ചെയ്തോളാം. ഇല്ലേ, നമുക്ക് വേദനിച്ചൊന്നും ചെയ്യാം. പക്ഷേ
ആ ഒരു പരീക്ഷണത്തിന്റെ അപ്പുറത്താണ് പ്രേമമുള്ളത്. ഭഗവാൻ എന്ത് ചെയ്തു? ഭക്തി പ്രേമമെല്ലാം വെച്ചിട്ട് നടുക്ക് നമ്മളെ തളർത്താനായിട്ട് ഒരു ചെറിയ മതിൽ, നിരാശ, വേദന, ദുഃഖം എന്നൊരു മതിൽ വെച്ചു. ഇതെങ്ങനെയെന്ന് അറിയുമ്പോൾ, ഈ കുട്ടിക്കാലത്ത് നമുക്ക് എല്ലാവർക്കും കയ്യിലും കാലിലും മുറിവുണ്ടായിട്ടുണ്ടാവും. മുറിവുണ്ടാകുമ്പോൾ ഈ കുട്ടിക്കാലത്ത് നമ്മൾ ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ടാവും, ഇല്ലേ? നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും കുട്ടിക്കാലത്ത്. അപ്പൊ ഈ ബാൻഡേജ് 3 ദിവസം കഴിഞ്ഞ് ഇളക്കുമ്പോൾ വേദനിക്കും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിന് ഊതി ഊതി ഒന്ന് ഇളക്കും, വേദന. അത് വീണ്ടും ഒട്ടിച്ചു, ഇളക്കൂല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും അതിനെ പതുക്കെ. ഇത് എത്ര പേര് ചെയ്തിട്ടുണ്ട്? എല്ലാവരും ചെയ്തിട്ടുണ്ട് അല്ലേ? അത് ശരി. ഭയങ്കര പതുക്കെ അങ്ങനെ ഇളക്കും, വീണ്ടും ഒട്ടിച്ചു വെക്കും. അപ്പൊ ചേട്ടന്മാർ ഇങ്ങനെന്താ ഓരോ അത്രയും തീർന്നു. പക്ഷെ നമുക്ക് ഇളക്കാൻ പറ്റിയോ? അപ്പോൾ ആത്മീകം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനകത്ത് വേര് പിടിച്ചിരിക്കുന്ന അഹങ്കാരത്തിനെ പിഴുതിയെടുക്കാനാണ്. പക്ഷെ ഇത് എടുക്കുമ്പോ നല്ല അഹങ്കാരമാണെങ്കിൽ വേദനിക്കും. അത് വേണ്ട, ഇരുന്നോട്ടെ, ഇളക്കാൻ തയ്യാറല്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും വീണ്ടും അതിനെ വെക്കും. അപ്പൊ ഹരിദാസ് ഠാക്കൂർ എടുത്ത് പറഞ്ഞു, 21 മാർക്കറ്റിൽ വെച്ച് മരണം വരുന്നത് വരെ, ശരീരത്തിന്റെ തൊലി ഇളകുന്നത് വരെ മർദ്ദിക്കണം എന്ന് പറഞ്ഞിട്ട് ഉള്ളതിലെ ദയ എന്ന് പറയുന്ന സാധനമില്ലാത്ത 2 ക്രൂരന്മാരെ ആ ജോലിക്ക് ഏൽപ്പിച്ചത്. പണ്ട് ഫ്രഞ്ച് രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഗില്ലറ്റിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. തെറ്റ് ചെയ്യുന്നവരെ തലയും കഴുത്തെല്ലാം കൊണ്ടുപോയി കൈയെല്ലാം അതിൽ വെച്ചിട്ട് മേലെ ഇരുന്ന് ഒരു കത്തി, ഈ ജില്ലറ്റ് എന്ന് പറഞ്ഞ ഷേവിംഗ് ബ്ലേഡ് ഇല്ലേ, അത് അതിൽ നിന്ന് വന്ന സാധനമാണ്. അപ്പൊ മേലെ ഇരുന്ന് ഒരു കത്തി അങ്ങ് ഇറക്കി വിടും. ഇറക്കി വിടുമ്പോ അവന്റെ കഴുത്തും ഗില്ലറ്റിൻ, അതിലാണ് ബലി കൊടുക്കുക. അങ്ങനെ അതിൽ ചെയ്യുന്നവർക്ക് ദയ ഉണ്ടാവാൻ പാടില്ല. ഈ കൊലപാതകം ചെയ്യുന്ന ഉള്ളതിലേ ക്രൂരന്മാർ. നിങ്ങൾ ശ്മശാനത്തില് ശവങ്ങളെ കത്തിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അവരെ കണ്ടാൽ തന്നെ പേടിയാവും. ഒരു ഡിഫറെന്റ് ആയിട്ട്, ഭയങ്കര ഡാർക്കായിട്ട്, കണ്ണൊക്കെ ചുവന്ന്. ഈ രാമായണം ഭാഗവതത്തിൽ രാക്ഷസന്മാർ വായിക്കുന്നില്ല, ഏകദേശം അവരെ പോയി കണ്ട അതിന്റെ സാമ്യം ഉണ്ടാവും. കാരണം മരണം കണ്ട് കണ്ട്, ശവദാഹം ചെയ്ത് ചെയ്ത് താമസികമായ ബോധം അവരുടെ ഉള്ളിൽ വളർന്ന്, അങ്ങനെ ഉള്ളവരെയാണ് ഇത്തരം ശിക്ഷകൾക്കൊക്കെ വിധിക്കുന്നത്. കാരണം ദയ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവന് ശിക്ഷ കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ക്രൂരന്മാരായ 2 പേരെ പിടിച്ച് ആ നവാബ് പറഞ്ഞു, ജീവൻ പോകുന്നത് വരെ 21 മാർക്കറ്റിൽ വെച്ച് അടിച്ച് തൊലിയിളക്കി മരണം വരെ അടിക്കണം എന്ന് പറഞ്ഞു. മാർക്കറ്റിൽ കൊണ്ടുപോയി അടിക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് പരാതിയേ ഇല്ല. വേദനിപ്പിക്കുന്നവരോട് യാതൊരു തരത്തിലുള്ള ദേഷ്യമോ പരാതിയോ ഒന്നുമില്ല. അടി മേടിച്ചോണ്ടേ ഹൃദയത്തിനകത്ത് ഹരിദാസ് ഠാക്കൂർ പ്രാർത്ഥിക്കാണ്, കൃഷ്ണ, നാമത്തിൽ രുചി കാണാത്ത കൊണ്ടാ ഇപ്പോഴും ഭൗതികമായ വേദന എനിക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഇത്ര കാലം ഞാൻ നാമം ജപിച്ചത് വെറും ഒരു പ്രകടനമായിരുന്നു, അല്ലാതെ ഉള്ളുകൊണ്ടല്ല. അതുകൊണ്ടാ ഈ വേദന ഞാൻ അനുഭവിക്കുന്നത്. ശരിക്കും നാമം ജപിക്കാൻ പറ്റിയില്ലല്ലോ, ഇനിയെങ്കിലും ജപിക്കാം എന്ന് ഇവരടിക്കാണ്. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഓരോ സ്ഥലത്തും ഹൃദയത്തിനകത്ത് കളങ്കമെന്നോ വൈര്യമെന്നോ ഇല്ലാതെ അത്രയും നിർമ്മലമായ ഒരു മുഖം, പ്രസന്നമായ തേജസ്വിയായ ഹരിദാസ് ഠാക്കൂർ 24 വയസ്സ് എന്ന അദ്ദേഹത്തിന് ഈ മാർക്കറ്റിൽ വെച്ച് അടിക്കുന്നു. ഓരോ സ്ഥലത്തും ഈ കവാലയിലും മാർക്കറ്റിലും കൂടിയിരിക്കുന്ന ആണും പെണ്ണും സ്ത്രീകളും എല്ലാം നിലവിളിച്ച്, തല്ലരുത്, ഇദ്ദേഹത്തിനെ തല്ലിക്കഴിഞ്ഞാൽ ചോര മഴയായി പെയ്യും ഈ നാട്ടിൽ, ഇതുപോലെ ഒരു സാത്വികനില്ല, ഒരു വ്യക്തിക്കും വേദന ആഗ്രഹിക്കുന്ന ആളല്ല ഇദ്ദേഹം, കാൽ അടിക്കുന്നവന്റെ കാലിൽ ചെന്ന് പിടിക്കാൻ പറഞ്ഞു. ചെറുപ്പക്കാരൊക്കെ ചെന്നിട്ട് ആവേശം കൊണ്ട് പറഞ്ഞു, ഞങ്ങളെ കൊന്നതിന് ശേഷം ഹരിദാസിനെ അടിച്ചാൽ മതി, ഞങ്ങളുടെ ശവത്തിന്റെ മീതെ ആയിരിക്കണം. അവരവരുടെ ആരോഗ്യം കൊണ്ട് പിടിച്ച് ഉന്താനും തള്ളാനും ശ്രമിച്ചു. സ്ത്രീകൾ കണ്ണീരും ചൊരിഞ്ഞിട്ട് വന്ന് ഈ അടിക്കുന്നവരുടെ കാല് പിടിച്ചു. നാട്ടുകാരെല്ലാം ചുറ്റി നിന്ന് വിലപിച്ചു കരഞ്ഞു. ഈ പാവമൊക്കെ കണ്ണുകൊണ്ട് കാണേണ്ട ഒരു അവസ്ഥ വന്നല്ലോ, എത്ര കാലം ഇതെല്ലാം സഹിക്കും? ഒരു സാധുവിന് പോലും വേദന ആഗ്രഹിക്കാത്ത ഈ ഹരിദാസിനെയാണോ മർദ്ദിക്കുന്നത്? അടിച്ച് അടിച്ച് ശരീരത്തിലുള്ള തൊലി മുഴുവനും ഇറക്കി, മാംസവും മജ്ജയും വെളിയിൽ വരുന്നവരെ അടിച്ചിട്ടും ഈ ഹരിദാസ് മരിക്കുന്നില്ല. അവസാനം ഈ 2 പേരും ഭയന്നു പോയി. അവസാനം ചെന്ന് പ്രാർത്ഥിച്ചു, ഹരിദാസ്, അന്ന് മരിച്ചില്ലെങ്കിൽ ഞങ്ങളെ നവാബ് കൊന്നുകളയും. അതുകൊണ്ട് ദയവേത്. അവർക്ക് പോലും, ആ ക്രൂരനായ ആ വ്യക്തികൾക്ക് പോലും തോന്നി തുടങ്ങി ഈ ഹരിദാസ് ഒരു സാത്വികനാണ്. അപ്പൊ അത് കേട്ടപ്പോ നിങ്ങൾക്ക് ദുഃഖമുണ്ടാവുമെന്ന് ഹരിദാസ് മനസ്സിലാക്കിയപ്പോ, എന്നാ ശരി, ഞാൻ മരിച്ചോളാം എന്ന് പറഞ്ഞ് അടുത്ത നിമിഷം മരിച്ചുപോയി. ചാന്ദ് കാസി അടുത്ത് കൊണ്ടുപോയി,
നവാബിന്റെ അടുത്ത് കൊണ്ടുപോയി. എന്നിട്ടും ക്രൂരനായ വ്യക്തിയെ കുന്തം കൊണ്ടുവന്ന ആ ശവത്തിൽ വരെ കുത്തി നോക്കി. ആ ചത്തുപോയി, ഗംഗയിൽ വലിച്ചെറിയാം. ഗംഗയിൽ വലിച്ചെറിഞ്ഞ് 5 നിമിഷം കഴിഞ്ഞപ്പോ ഹരിദാസ് ഠാക്കൂർ ഗംഗയുടെ മറ്റേ തീരത്ത് സാധാരണ ഒരു മനുഷ്യനായി ഇറങ്ങി നടന്നുപോയി. നാമം നിർത്തിയതേയില്ല. ഇത് നടന്ന് ഏകദേശം 60-70 വർഷത്തിന് ശേഷമാണ് ചൈതന്യ മഹാപ്രഭു ഭഗവാൻ വന്ന് ഹരിദാസ് ഠാക്കൂറിനെ കാണുന്നത്. ചോദിച്ചു, ഹരിദാസ്, 60 കൊല്ലങ്ങൾക്ക് മുമ്പ് നിന്നെ മാർക്കറ്റിൽ വെച്ച് അടിച്ചത് ഓർമ്മയുണ്ടോ? ഹരിദാസ് ഠാക്കൂറിന് അതിശയമായിരുന്നു. കാരണം അത് നടന്നത് ഈ ഒരു രാജ്യത്തിലാണ്. ഇവിടെ ഉള്ള ആർക്കുമേ അതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഇദ്ദേഹം ആ വേദന ആരെടുത്തും പറഞ്ഞിട്ടുമില്ല. ഇതാണ് നമുക്കും ആചാര്യന്മാർക്കും ഉള്ള ഒരു വ്യത്യാസം. നമുക്ക് ഒരു നിരാശയോ ഒരു ചെറിയ ഹേർട്ടിങ് ഉണ്ടെങ്കിൽ എല്ലാവരും വിളിച്ചു പറഞ്ഞു, നീ അറിഞ്ഞ ഞാൻ അവിടെ പോയിട്ട് പപ്പടം തന്നില്ല, നീ അറിഞ്ഞ ഞാൻ പോയിട്ട് അവർ ചിരിച്ചില്ല, നീ അറിഞ്ഞ 10 പേരെടുത്ത് ദുഃഖം പങ്കുവെക്കാൻ നമുക്ക് എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ? ഉടനെ അവരും കേൾക്കുന്നവരും ഇതെല്ലാം വെറും അഭിനയമാണ്. യഥാർത്ഥ ഹൃദയം തൊട്ടുള്ള ബന്ധവും സ്നേഹവും ഇവിടെയൊക്കെ വളരെ കുറവാണ്. അവരെന്താ ഈ ദുഃഖം ഓടിയത്? നമ്മൾ മരണ വീട്ടിൽ പോകുന്ന പോലെ അല്ലേ? നമ്മൾ ആ വീട്ടിൽ ഇരിക്കുമ്പോഴേ സാഡ്നെസ് മോഡ് അങ്ങ് ഓൺ ചെയ്യും. ഇന്ന് എപ്പോഴായിരുന്നു? നല്ലൊരു മനുഷ്യൻ 11:00 അല്ലേ? രാവിലെ ഞാൻ കണ്ടതേ ഉള്ളൂ. എന്നും ഞാൻ കാണും നല്ലൊരു മനുഷ്യനാണ്. ആ മോഡ് നമ്മൾ ഓൺ ആർട്ടി. എന്തൊരു ഡ്രാമ! നമ്മൾ ഉടനെ സ്വിച്ച് ഓൺ. ദുഃഖ മോഡ് അവിടെ അങ്ങ് പോകും, അങ്ങനെ ഇരിക്കും. സത്യത്തിൽ നമ്മൾ വിഷമിച്ചാണ് അവിടെ പോണത്. 11:30 കത്തിച്ചെങ്കിൽ പെട്ടെന്ന് പോവാൻ ഇല്ലേ? എന്ത് ബന്ധം? ഒരു കല്യാണത്തിന് വിളിച്ചു. അതായത് ഒരു ശാസ്ത്രജ്ഞൻ വിശകലനം ചെയ്തിട്ട് പറയാം, 90% ആൾക്കാർ കല്യാണത്തിൽ പോയി ഉള്ളിൽ ചിന്തിക്കണെന്താണ്, ഇതൊക്കെ എത്ര ദിവസം നമുക്കറിയാം. ഇതാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഇവരെല്ലാം വന്ന് അനുഗ്രഹിച്ച് എവിടെ നന്നാവാനാ? റൈറ്റ്? അത് അവൻ ദുഃഖം. കഴിഞ്ഞ ചിങ്ങത്തില് കല്യാണം നടന്ന് മറ്റേ എറണാകുളത്തിലെ വലിയ കൺവെൻഷൻ അവര് പഠിച്ചു തിരിഞ്ഞു. ഉള്ളിൽ അങ്ങനെ പാലൊഴിച്ച ഒരു സന്തോഷം, ഒരു ആനന്ദമായിരുന്നു. ആണോ? കഷ്ടമായി പോയി കേട്ടോ. ഉള്ളിൽ എത്ര പേര് സത്യം ഹോണസ്റ്റ് ആൻസർ, എനിക്കറിയാം ആരും കൈ തൂക്കില്ലെന്ന്. ഇങ്ങനെ ഇനിയൊരുത്തൻ ദുഃഖത്തിലാണെന്ന് കേൾക്കുമ്പോൾ ചെറിയ ഒരു സന്തോഷം എത്ര പേർക്ക് ഉണ്ടാകാറുണ്ട്? ആരും കൈ തൂക്കിയില്ല. ഒരാൾ തൂക്കിയപ്പോ ഒരാൾ ഇറക്കി വിട്ട്. പക്ഷെ സമ്മതിക്കുന്നുണ്ടോ ഇല്ല? ആധ്യാത്മികമായി എടുത്തു കഴിഞ്ഞാൽ വലിയ വലിയ ഭയത്തിലിരുന്ന് നമ്മളെ അത് രക്ഷിക്കും. അപ്പോൾ ഇത് 3 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. നാളെ അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നും മറ്റന്നാള് ഇതിന്റെ ഫലം എങ്ങനെയാണ്, ഇങ്ങനെ 3 ഘട്ടമായിട്ടാണ് നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത്. ഇന്ന് ശരിയായ തീരുമാനങ്ങൾ എടുക്കുക, തെരഞ്ഞെടുക്കുന്നത് ശരിയായ ആധ്യാത്മികമായി തിരഞ്ഞെടുക്കുക. നാളെ പരീക്ഷണം വന്നാലും തോറ്റു കൊടുക്കാതെ അതിനെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. മറ്റന്നാൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ ഉണ്ടാകുന്ന ഫലം എന്താണ്. അങ്ങനെ 3 ഘട്ടമായിട്ടാണ് ഇവിടെ ഇത് വിശദീകരിക്കുന്നത്. ഈ സത്സംഗത്തിന് പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അനൗൺസ്മെന്റ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.